ഹലോ ഹായ്, വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റ് ആണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആപ്പിൾ മ്യൂസിക്, ആമസോൺ മ്യൂസിക്, പോക്കറ്റ് കാസ്റ്റ്, പിന്നെ കാസ്റ്റർ FM, ജിയോ 7 മുതലായ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവൈലബിൾ ആണ്. അവിടെയൊക്കെ ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യുക. യൂട്യൂബ് മ്യൂസിക്കിൽ ഞങ്ങളുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ ലിങ്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കും. എബൌട്ട് സെഷനിലാണ്. യൂട്യൂബിൽ ഞങ്ങളെ കേൾക്കുന്നവർക്കും നിങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ടിനെ നന്ദി അറിയിക്കുന്നു. നിങ്ങളിപ്പോൾ 49 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ ഈ എപ്പിസോഡ് നമ്മുടെ 50 സബ്സ്ക്രൈബേഴ്സ് ആകുന്നതിന്റെ സ്പെഷ്യലായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കേട്ടുകൊണ്ടിരിക്കുന്നവര് ഏഹ്, ഒന്ന് ദയവ് ചെയ്ത് കേൾക്കുക. ഐ മീൻ സബ്സ്ക്രൈബ് ചെയ്യുക, സോറി. പിന്നെ ഞങ്ങളുടെ എബൌട്ട് സെക്ഷൻ്റെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ മുതലായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ലിങ്കുകളുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ ഇടുവാണെങ്കിൽ, പുതിയ എപ്പിസോഡ് വരുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അവിടെയൊക്കെ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഉടനെ ഉടനെ കിട്ടുന്നതായിരിക്കും. പിന്നെ ആഹ്, ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എപ്പിസോഡാണ്. ഞങ്ങളുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വോട്ട് വന്ന ഒരു പോളിന്റെ ഭാഗമായിട്ടുള്ള എപ്പിസോഡാണ്. ഇപ്പൊ ഞങ്ങളൊരു കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പോ എന്തോ ആണ് ഒരു പോൾ ഇട്ടിരുന്നു. അതായത് കുറച്ച് പേരുടെ പടങ്ങൾ, ലാലേട്ടൻ, മമ്മൂക്ക, കമൽഹാസൻ, പിന്നെ ഞങ്ങളുടെ സ്വന്തം ബാലയ്യ, ഇവരുടെയൊക്കെ ക്ലാസിക് പടങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പോൾ ഇട്ടിരുന്നു. അപ്പം 66 വോട്ടുകളാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഒരു കാര്യം പറയണമെന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര തഗ്ഗായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ഇടുവാണെങ്കിൽ 2 വോട്ട്, 10 വോട്ട്, 11 വോട്ട്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതും വോട്ട് ചെയ്ത് ഞാൻ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇടുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോ ഇങ്ങനെ. ഇപ്പം അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പോള് ഞാൻ ഇട്ടായിരുന്നു. അതായത് ഞങ്ങളുടെ യൂട്യൂബിൽ ഇപ്പൊ RSS ഫീഡ് ഉണ്ട്. അപ്പം സ്പോട്ടിഫൈയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് RSS ഫീഡ് വഴി യൂട്യൂബിലോട്ട് ഇടാവുന്ന രീതിയിൽ. അപ്പം വീഡിയോ ഇടുമ്പോഴത്തേക്കും കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ കേരള സ്റ്റോറിയുടെ എപ്പിസോഡ് അതുപോലെ കോപ്പിറൈറ്റ് വന്ന് പോയായിരുന്നു. അപ്പൊ അത് ഇപ്പൊ സൗണ്ട് മാത്രമുള്ള ഒരു വേർഷനാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഞാനിങ്ങനെ, പിന്നെ എഡിറ്റിങ് ഇത്തിരി മെനക്കെട്ട പണിയാണല്ലോ. അപ്പൊ പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് RSS ഫീഡ് വഴി അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഒരു പോൾ ഇട്ടു. അപ്പൊ അതിൽ ഞാനൊരു ഓപ്ഷൻ കൊടുത്തായിരുന്നു. അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, ഇവിടെ വീഡിയോ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനൊക്കെയാണ് ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നത്. പിന്നെ ചാനലിന്റെ ഹോസ്റ്റിനെ തന്നെ ഏറ്റവും കൂടുതൽ ഹേറ്റ് ചെയ്യുന്ന മെമ്പർ ആരാന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞാല് 67% ഹോസ്റ്റായ ഈ എന്നെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതേ പറഞ്ഞു, ഭയങ്കര തങ്കായിട്ടുള്ള ഓഡിയൻസ് ആണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ റെസ്പോൺസുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് തുടർന്നും കണ്ടിന്യൂ ചെയ്യുക. എന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയണമെങ്കിൽ ഒന്നെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ബോട്ട് സെഷന്റെ ഞങ്ങളുടെ ഇമെയിൽ ID ഉണ്ടാവും, അതുവഴി കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പം ആമുഖം എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് UDC കുമാരി ആൻഡ് മിസ്റ്റർ ചക്രപാണി. സോ വെൽക്കം ടു ദ ഷോ. ഹായ്, താങ്ക് യു. ഹലോ നമസ്കാരം. യെസ്, 3 പേര് ഒരുമിച്ചുള്ള എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എനിവേസ്, അപ്പോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പോളിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് ലാലേട്ടനാണ്. ലാലേട്ടന്റെ ക്ലാസിക് പടങ്ങൾ പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മളുടെ 3 പേരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള 3 പടങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പം ആരാന്ന് വെച്ചാല് ആദ്യമേ ഹരിശ്രീ കുറിച്ചോളൂ. ഞാൻ ഹോസ്റ്റ് ആയതുകൊണ്ട് പിന്നീട് പറയാം. ചക്രവാണി ഓക്കെ പറയുന്നു അതോ? ഓക്കെ ഓക്കെ. ഓക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും. അപ്പോ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ പ്രിയപ്പെട്ട ഒരു നടനും, ആ, പിന്നെ എന്താ പറയുന്ന, ആസ് എ സ്റ്റാർ ആണെങ്കിൽ പോലും നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോഴും ചെയ്യുന്ന ഒരു ആള് തന്നെയാണ്. സോ
സോ ഫോർ മീ എനിക്ക് ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ എന്താ പറയുക ആ മൂന്ന് ഇപ്പൊ എനിക്ക് ചെറുപ്പത്തിൽ മൂന്ന് മെയിൻ ആൾക്കാരായിരുന്നു മലയാളത്തിൽ ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് ഭയങ്കര സ്റ്റാർ എന്നുള്ള രീതിയിൽ കണ്ടിരുന്നത്. സി മോർ ദാൻ സ്റ്റാർ ദേ ആർ ഗ്രേറ്റ് ആക്ടേഴ്സ്. ഒന്ന് മോഹൻലാൽ, മറ്റൊന്ന് മമ്മൂട്ടി, പിന്നെ ഞാൻ ഭയങ്കര ഒരു സുരേഷ് ഗോപി ഫാൻ ആയിരുന്നു ഒരു പോയിന്റിൽ ബിക്കോസ് ഓഫ് ഓൾ ഹിസ് കൊമേഴ്ഷ്യൽ സിനിമാസ് ബാക്ക് ദെൻ. നമ്മളെല്ലാവരും മെയിനായിട്ട് അതെ, മെയിനായിട്ടും കമ്മീഷണറിന്റെ ഒരു കടുത്ത ആരാധകനായിരുന്നു ഞാൻ. അപ്പൊ സോ കമ്മിങ് ബാക്ക് ടു ആ പോയിന്റ്, സോ ഒരു പോയിന്റ് എത്തിയപ്പോൾ നമ്മൾ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സ്റ്റാർ പരിവേഷത്തിന്റെ മുകളിൽ പുള്ളി എന്ന് പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ ആരാധിച്ചു തുടങ്ങിയ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ തുടങ്ങാം. അപ്പൊ എനിക്ക് സോ സോ ഞാനൊരു 3 പടം പറയാം എന്റെ ഫേവറേറ്റ്. അതാണിപ്പോ ഇന്ന് പോഡ്കാസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം. 3 ഞങ്ങളുടെ ടോപ്പ് 3 ഫേവറേറ്റ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ടോപ്പ് 3 ഞങ്ങൾക്ക് ക്ലാസിക് എന്ന് തോന്നുന്ന 3 പടങ്ങളാണ്. അപ്പോ മൈ ഫസ്റ്റ് ഫിലിം വിൽ ബി മൈ ഫസ്റ്റ് ഫിലിം, അതായത് നമ്പർ 1 പൊസിഷനിൽ ഞാൻ മുകളിൽ താഴോട്ട് പോവാണ്. അപ്പോൾ നമ്പർ 1 പൊസിഷനിൽ ഞാൻ വെക്കുന്ന പടം, അത് ഞാൻ 3 അല്ലെങ്കിൽ 3, 2, 1 എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയാൽ മതിയോ? എങ്ങനെയാണ് വേണ്ടി? അല്ല, റാങ്കിങ് വെക്കണമെന്നില്ല, അല്ലാണ്ട് നീ ജസ്റ്റ് ഓക്കെ പറഞ്ഞാൽ മതി. ഓക്കെ അപ്പോ കാര്യം എന്താണെന്ന് വെച്ച് ഞാൻ കഴിഞ്ഞാൽ എന്റെ ഇതിന്റെ അകത്ത് എനിക്ക് റാങ്ക് ചെയ്യാൻ പറ്റും. എന്റെ അങ്ങനെ എല്ലാം ഓക്കെ ഒരു ഞാൻ റാങ്ക് ചെയ്ത് തന്നെ, അല്ലെങ്കിൽ എനിക്കിപ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന 3 പടം, എപ്പോഴും എന്റെ മനസ്സിലെ എല്ലാ വർഷവും റീവിസിറ്റ് ചെയ്ത 3 പടങ്ങളുണ്ട്. അത് ഞാൻ പറയാം. അപ്പോൾ ലെറ്റ് മീ മതി. സ്റ്റാർട്ട് വിത്ത് ദ ലൈറ്റർ ഫിലിം. സോ എനിക്ക് മിഥുനം എന്ന് പറഞ്ഞ സിനിമ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. അത് ഇപ്പോഴും ഞാൻ ഒരു കുറച്ച് ദിവസം മുന്നേ ഇരുന്ന് പോലും ഞാൻ പിന്നെ ഇരുന്ന് കാണുമ്പം ആ സിനിമ എൻ്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു, ഇത് ഇറങ്ങിയ സമയത്ത് ആരും അംഗീകരിക്കാതെ പോയൊരു പടമായിരുന്നു എന്നുള്ളത്. അല്ല, ഇപ്പോഴത്തെ നമ്മുടെ ഒരു അവസ്ഥയിലുള്ള ആൾക്കാർക്ക് ഒരുപാട് റിലേറ്റ് അതെ ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിരിക്കും. എക്സാക്ട്ലി ആ പോയിന്റിലേക്ക് ഞാൻ വരുന്നത്. കാരണം ഈ ശ്രീനിവാസൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുപാട് സിനിമ വന്നിട്ടുണ്ടെങ്കിലും ടി.പി. ബാലഗോപാലൻ എം.എ ഒരു സർട്ടൻ ടൈപ്പ് ഓഫ് ഓഡിയൻസിനും മിഥുനും ഒരു സർട്ടൻ ടൈപ്പ് ഓഫ് ഓഡിയൻസിനും ഭയങ്കര അപ്പീലിംഗ് ആയിരുന്നു. കാരണം ടി.പി. ബാലഗോപാലൻ എം.എക്കകത്ത് ഭയങ്കര ഈ മറ്റേ അൺഎംപ്ലോയ്മെന്റിനെ പറ്റി ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു ലൈറ്റർ ഫിലിം എന്നുള്ള രീതിയിൽ കാണിച്ച ഒരു സിനിമയാണ്. ആൻഡ് മോഹൻലാൽ വോണ്ട് ഹിസ് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് ഐ ഗെസ് ആ പടത്തിന്. സോ അതിനുശേഷം ഏറ്റവും പ്രായം കുറഞ്ഞ നടനും കൂടെ ആയിരുന്നു ആ സമയത്ത് ആയിരുന്നു. സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന. അതെ, അപ്പോ അതിനുശേഷം എനിക്ക് ഇതേപോലെ മിഥുനത്തിന് ഒരു ഭയങ്കര പ്രത്യേകത തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിനെ സപ്പോർട്ട്, ഇന്നത്തെ കാലത്ത് ഇപ്പം ബിസിനസ് തുടങ്ങാൻ എളുപ്പമാണ്, അത് സസ്റ്റെയിൻ ചെയ്യാനും അത് കൊണ്ട് നടക്കാനുമാണ് പാട്. അപ്പോ ആ ഒരു അങ്ങനെ നോക്കുമ്പോൾ ഈ മിഥുനം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫേസാ. അപ്പോ അതിന്റെ കൂട്ടത്തില് വരവേൽപ്പിന്റെ അകത്തും അതുപോലത്തെ ഒരു സംഭവമല്ലേ ബസ്സിന്റെ വരവേൽപ്പിന്റെ അകത്ത് കുറച്ച് തൊഴിലാളി വരവേൽപ്പിന്റെ അകത്തില് മറ്റേ ഗൾഫ് മലയാളികളുടെ പ്രശ്നങ്ങളും പറയുന്നുണ്ട്. അതായത് വീട്ടുകാർക്ക് പൈസ ഉള്ളപ്പോ മതി എന്നുള്ള. അത് സംസാരിക്കുന്നുണ്ട്. പിന്നെ വരവേൽപ്പ് എന്ന് പറയുന്നത് ശ്രീനിവാസന്റെ അച്ഛൻ ജീവിതത്തിൽ അനുഭവിച്ച ഒരു സംഭവമാണ് അത്. അതിൽ നിന്നാണ് പുള്ളിയുടെ അച്ഛൻ ഇതുപോലെ ബസ് എന്തോ നടത്തിയിട്ട് അങ്ങനെ എന്തോ ഒരു പ്രശ്നം പോലെ ഇങ്ങനെ പുള്ളി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. എപ്പോഴും എൻ്റെ അടുത്ത്, ഞാൻ അമ്മയായിട്ടുള്ള കോൺവെർസേഷനിൽ സ്ഥിരം അമ്മ ഇത് എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത്, വരവേൽപ്പ് ശ്രീനിവാസന്റെ അച്ഛന്റെ കഥയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോ ഇപ്പൊ മിഥുനം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എനിക്കത് ഇഷ്ടം എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് സത്യം പറയാം മോഹൻലാല് ശ്രീനിവാസൻ എഴുതിയ മോഹൻലാൽ ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിൻ്റെ അകത്തൊരു സ്ട്രഗിളിങ് യങ് മാൻ എന്നുള്ള ഒരു സ്പേസിൽ നമ്മുടെ ഇപ്പം എല്ലാവരും സ്റ്റാർ എന്ന് പറഞ്ഞ മോഹൻലാലിനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഈ പറയുന്ന നമ്മുടെ മിഥുനത്തിലെ സേതുമാധവൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അത് അയാൾ പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ, അയാളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ അയാളുടെ ചുറ്റിനും നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ സ്വന്തം ചേട്ടൻ തന്നെ അയാളുടെ സാധനങ്ങൾ മോഷ്ടിച്ച് വിൽക്കുക, ഒരു അലുവയുടെ പേരിൽ വിൽക്കുക. സ്വന്തം ചേട്ടൻ
ചേട്ടനാണ് ചേട്ടൻ, ഇന്നസെന്റ്. സോറി, ചേട്ടൻ. ചേട്ടനാ. അതിന്റെ കൂട്ടത്തിൽ ഈ അളിയനും തമ്മിൽ പ്രശ്നം. ഇതിന്റെ ഇടയ്ക്ക് ശ്രീനിവാസൻ പുള്ളിക്കാരന്റെ പെങ്ങളെ ട്യൂൺ ചെയ്യുന്നു. അതൊരു ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് അതിന്റെ മുകളില് പുള്ളിക്ക് കടക്കാനൊരു സൈഡിൽ കൂടെ ഇൻസ്പെക്ഷന് വന്ന് പുള്ളി ഓൾമോസ്റ്റ് സൈൻ ഇടുവെന്നുള്ളൊരു സ്പേസ് വന്നപ്പോഴത്തേക്കും അതിന്റെ അകത്ത് ഇന്നസെന്റ് കയറി അയാളെ ഓടിച്ച് ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിൽ കൊല്ലടോ എന്ന് പറഞ്ഞ മോഹൻലാൽ ഇരിക്കുന്ന ഒരു ഇതിന്റെ എല്ലാം പുറമെ ഒരാളെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ആ ഭാര്യയായിട്ടൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ജീവിതം പോലും പുള്ളിക്കില്ല. അപ്പൊ പുള്ളി എന്തെങ്കിലും പറഞ്ഞാൽ പുള്ളിയുടെ ഭാര്യ ഉടനെ ഓടി കത്തുമായിട്ട് വന്നിട്ട് പണ്ട് സേതുവേട്ടനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പണ്ട് സേതുവേട്ടനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് അത് അതോ അവരവരുടെ ഇന്നസെൻസിൽ നിന്ന് പറയുന്നതാ. കാരണം പുള്ളിക്കാരി വിശ്വസിച്ച് ഇറങ്ങി പോകുന്നത് പുള്ളിയോട് ഒരു നല്ല ജീവിതം വേണം. അപ്പൊ പുള്ളിക്കാരി എപ്പോഴും ആ മെമ്മറീസും അവർ പറഞ്ഞ കാര്യങ്ങളും പുള്ളിക്കാരുടെ ജീവിതത്തിനെ പറ്റിയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് എല്ലാം ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ ഇതെല്ലാം അങ്ങനെ ആയിരുന്നല്ലോ അവര് പ്രണയത്തിലായിരുന്ന സമയത്ത്. അപ്പം അത് തന്നെ എക്സ്പെക്ട് ചെയ്ത് വരുന്ന ഒരു ആവശ്യ സിറ്റുവേഷനും കൂടെ മനസ്സിലാവുന്നു. അതെ, അല്ല പക്ഷെ വേറൊരു കാര്യമുണ്ട്. അല്ല ഞാൻ ഇത് പറഞ്ഞപ്പോ എനിക്ക് എപ്പോഴും എന്താണ് ഈ ശരിയാണ്, മോഹൻലാലിന്റെ ക്യാരക്ടറിന്റെ സ്ട്രഗിളുകളെല്ലാം കറക്റ്റാണ്. പക്ഷെ ഊർവശിയുടെ ക്യാരക്ടറിനോട് എനിക്ക് ഭയങ്കര എന്താ പറയുന്നത്, അങ്ങ് ഭയങ്കര സിമ്പത്തറ്റിക് ആണ് ഞാൻ. കാരണം പുള്ളിക്കാരി പ്രതീക്ഷിച്ച് വന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളങ്ങ് പോട്ടെ, അതല്ലെങ്കിൽ ഇന്ന പ്രതീക്ഷിച്ചു അങ്ങനെയൊന്നും വേണ്ട, ഒരു കോൺവെർസേഷൻ പോലും നടക്കുന്നില്ല. മേ ബി പുള്ളി എന്താ ഇഫ് ഹി ഹാഡ് മസ്റ്റേർഡ് ഒന്ന് എന്താ ഭാര്യയോട് സംസാരിക്കുക അല്ലെങ്കിൽ വേറൊരാളോട് എൻ്റെ സ്ട്രഗിൾസ് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞ് പുള്ളിക്കാരിയോട് സംസാരിച്ചിരുന്നെങ്കിൽ അവർ തമ്മിൽ ഇത്തരം പ്രോബ്ലംസ് വരത്തില്ലായിരുന്നു. പുള്ളിക്കാരിക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നം പറഞ്ഞാൽ ഞാൻ പുള്ളിക്കാരിയുടെ വേർഷൻ പറയുവാണ്. അതായത് പുള്ളിക്കാരി മനസ്സിലാക്കുന്നില്ലെന്ന് പറഞ്ഞു. മനസ്സിലാക്കണമെങ്കിൽ പുള്ളിക്കാരിക്ക് ആ സൈഡ് അറിയണം. നമുക്ക് അറിയാത്തൊരു കാര്യം നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്, നമ്മളോട് പറയാത്തൊരു കാര്യം നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? പുള്ളിക്കാരി മനസ്സിലാക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പുള്ളിക്കാരിക്ക് വന്നപ്പം പുള്ളിക്കാരി എക്സ്പെക്ട് ചെയ്തിരുന്ന കാര്യങ്ങളല്ല പുള്ളിക്കാരി റിയാലിറ്റിയിൽ കണ്ടിരുന്ന ആ കാര്യങ്ങൾ പുള്ളിക്കാരി മനസ്സിലാക്കുന്നില്ല. അതായത് നമ്മളിപ്പോ ചിലപ്പം സ്വപ്നം കാണുന്ന ജീവിതം ആയിരിക്കത്തില്ല നമ്മുടെ ഫ്രണ്ടിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ പ്ലേറ്റിലോട്ട് വരാൻ പോകുന്നത്. സോ വി മൈറ്റ് ഡ്രീം ഓഫ് ഓർ വി മൈറ്റ് ഹോപ്പ് ഫോർ എ പെർട്ടിക്കുലർ ലൈഫ്, ബട്ട് വെൻ വി മീറ്റ് ദ റിയാലിറ്റി ഇറ്റ് വിൽ ബി ടോട്ടലി ഡിഫറെന്റ്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ചോദിക്കുന്നുണ്ട്, സേതുവേട്ടന് എന്നോട് ഈ സ്വർണം ചോദിക്കാൻ ഇത്ര എന്തിനാ മടിക്കുന്നത്, ഞാൻ ഒന്നുമില്ല സേതുവേട്ടന്റെ ഭാര്യയല്ലേ എന്ന്. അത് മോഹൻലാല് പുള്ളിക്കാരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ആ സിനിമയിൽ തന്നെ. അതിനകത്ത് അങ്ങനെ ഒരുപാട് സീനുകൾ കാണിക്കുന്നുണ്ട്. അപ്പോ ഇപ്പൊ നമ്മൾ അവസാനം വരെ വിചാരിക്കുന്നത് എന്തോ പുള്ളിക്കാരിയെ പുള്ളിക്കാരിയെ വീട്ടിൽ കൊണ്ട് വിടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അവിടുന്ന് പുള്ളിക്കാരൻ തിരിച്ച് അവര് ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുക. പുള്ളിയുടെ ബിസിനസ് സക്സസ് ആയപ്പോൾ പുള്ളി റിയലൈസും ചെയ്തു, പുള്ളി അവിടുന്ന് റീസ്റ്റാർട്ടും ചെയ്യുക ലൈഫ്. അവര് മിസ്സായി പോയ അവരുടെ ഊട്ടി ട്രിപ്പും അത് മോഹൻലാലിനെ തന്നെ ഒരു കുഴപ്പമായിട്ടും കാണിക്കുന്നുണ്ട്. കാരണം പുള്ളിക്ക് തുറന്ന് സംസാരിക്കാനും പറ്റുന്നില്ല, എന്നാൽ പുള്ളിക്കാരന്റെ ബന്ധുക്കളോട് നോ പറയാനും പറ്റുന്നില്ല. അവിടെ മോഹൻലാലിന്റെ ക്യാരക്ടർ അതും പല ആണുങ്ങൾ എന്നല്ല, പല വ്യക്തികളെ ഭയങ്കരമായിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണത്. അതായത് ഇപ്പം ചിലർക്കുണ്ട് ആൾക്കാരോട് നോ പറയാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഇപ്പൊ സ്വന്തം ചേട്ടനെ എന്തെങ്കിലും ഇപ്പൊ അമ്മാവൻ വന്നിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ മരുമക്കത്തായത്തിന്റെ സെറ്റപ്പ് ഉണ്ടായ സമയം അമ്മാവൻ വന്നിട്ട് ഇവനെ നിന്റെ കമ്പനി ചേർക്കണമെന്നാണ്. അപ്പൊ അവിടെ നോ പറയാൻ പറ്റുന്നില്ല മോഹൻലാലിന്. അപ്പൊ അവരുടെ സൈഡ് ചിന്തിച്ചിട്ട് മോഹൻലാൽ അവിടെ എന്താ ചെയ്യുന്നത്, പുള്ളിയെ പിടിച്ച് തലയെ കയറ്റി വെക്കും. അതുകൊണ്ട് പുള്ളിക്ക് നഷ്ടം ഉണ്ടാകുന്നത്. സ്വന്തം കമ്പനിയിലെ വയറും സാധനങ്ങളും എല്ലാം മോഷണം പോകും കടം മേടിച്ചിട്ട്. ഇതിന്റെ പുറത്ത് അളിയന്റെ അടുത്ത് സഹായം ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അളിയൻ പറയും മറ്റേ വീടിന്റെ ഇത്ര ഭാഗം എഴുതി തരാൻ പറയും. അപ്പൊ അവര് പറയും മറ്റേ പറമ്പ് കൊടുക്കാം. പറമ്പ് എന്തിനാ, എനിക്കും ഭാര്യയ്ക്കും വെളിക്കിരിക്കാനാണോ എന്ന് എഴുതി മേടിക്കും. ഇത് പ്രശ്നങ്ങളുടെ പേരിൽ പ്രശ്നങ്ങൾ. അതിന്റെ കൂട്ടത്തില് മീന എന്ന് പറഞ്ഞ മറ്റേ അവരുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആ സ്ത്രീ ഉർവശിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവിടെ എന്തോ കുഴിച്ചിടുന്നു. ആ കുഴിച്ചിടുന്നതിനെ ബന്ധപ്പെട്ട് വേറെ പ്രശ്നങ്ങള്. ഇത് ശരിക്കും ആ സിനിമയുടെ ഒരു സ്കെലിറ്റൻ ഫോം എടുത്തു നോക്കിയാല്, മിഥുനത്തിന്റെ സ്കെലിറ്റൻ ഫോം എടുത്തു നോക്കിയാൽ ഇറ്റ് ഇസ് വെരി ഡിപ്രസിങ്. ഭയങ്കര ഡിപ്രസിങ്. അതിപ്പോ നിങ്ങൾ ചിന്തിച്ചാൽ മതി, മിഥുനം ഇഫ് ഇറ്റ് വാസ് റിട്ടൺ ബൈ ലോഹിതദാസ് ആ പടം എങ്ങനെയിരിക്കുമായിരുന്നു?
ഭയങ്കര ഡാർക്കും ഭയങ്കര പ്രശ്നങ്ങളും ചിലപ്പോൾ നമ്മളൊരു വാത്സല്യത്തിന്റെ രീതിയിലുള്ള ഒരു സിനിമയോ അല്ലെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കാണേണ്ടി വരുമായിരുന്നു. ആ, പക്ഷെ അതെ. ശ്രീനിവാസന്റെ ബ്രില്യൻസ് എന്തായിരുന്നു എന്ന് പറഞ്ഞാല് എല്ലാത്തിന്റെ അകത്തും ഒരു കോമഡി ഉണ്ട്. നമ്മുടെ എല്ലാ കോമിക്കാണ്. ദുഃഖകരമായിട്ടുള്ള ആ ഒരു എന്ത് കാര്യമാണെങ്കിലും അതിനകത്ത് ഒരു കോമഡി ഉണ്ട്. അത് ഞാൻ ഈ ഇടയ്ക്ക് അവസാനം ഒരു സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്താ. ആ അതിനകത്ത് അവരുടെ അമ്മയ്ക്ക് ഉം. ക്യാൻസറാ. പക്ഷെ അതിന്റെ പേരിൽ ഉണ്ടാകുന്ന കോമഡികൾ എന്ന് പറയുന്നത് അൺബിലീവബിളാ. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. സോ എനിക്ക് അതൊരു മോഡേൺ ഡേ മറ്റേ ആ പടങ്ങൾക്ക് ഒരു ത്രോ ബാക്ക് പോലെ എനിക്ക് എപ്പോഴും ഈ പറയുന്ന ഇപ്പൊ ശ്രീനിവാസന്റെ ഹാൻഡിൽ ചെയ്ത വടക്ക് നോക്കിയന്ത്രാണെങ്കിൽ പോലും ഇറ്റ് ഈസ് എ വെരി ആ ഡാർക്ക് സബ്ജക്ട്. ഭയങ്കര ഡാർക്ക് പടം അത്. എനിക്ക് അതെ തോന്നുന്നു അതെ ആ ഒരു ഉം. ഡാർക്ക് കോമഡി ജോണറിൽ മലയാളത്തിൽ വന്ന വൺ ഓഫ് ദ ഫസ്റ്റ് ഫിലിംസിൽ ഒന്നാണ്. അപ്പോ സോ സേതുമാധവൻ ഇസ് വൺ സച്ച് ക്യാരക്ടർ. പിന്നെ അതിന്റെ മേക്കിംഗ് ആണല്ലോ എനിക്ക് അതിന്റെ സിനിമാറ്റോഗ്രഫി അതിന്റെ അകത്തെ പാട്ടുകൾ പ്രിയദർശന്റെ സിനിമയിൽ ഒരു പാട്ടുകൾ പോലും ഇന്നേവരെ മോശമായിട്ടില്ല. കോപ്പി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷെ എന്തായാലും നമ്മളൊരു മൂളിപ്പാട്ട് പോലെ നമുക്ക് പാടാൻ പറ്റുന്ന ടൈപ്പ് അല്ല പാട്ടുകളുള്ള ഒത്തിരി സിനിമ. പാട്ടുകൾ എല്ലാ പാട്ടുകളും നല്ലതാണ് ആ അതിൻ്റെ അതെ അകത്തില് കറക്റ്റ് ആണ്. അതിന്റെ അകത്ത് എല്ലാ എല്ലാ പാട്ടുകളും പാട്ടും നല്ലത്. മറ്റേ നമ്മള് അല്ലിമലർ കാവിൽ പൂവിൽ ഞാറ്റുവേലക്കിളിയാണേലും കാണാൻ അല്ലിമലർ പോവാൻ. ആ കാവിലാണേലും യെസ് നല്ല അതിന്റെ രസം. അകത്ത് അതിന്റെ ഒരുപാട് മറ്റേ ലൈൻസും എല്ലാം ഭയങ്കര നല്ലതാണ്. ലിറിക്സ് ഭയങ്കര അത് ഭയങ്കര നല്ലത്. അത് ഉർവശിയുടെ ഒരു ഭയങ്കര ദുരിതമായിട്ടുള്ള ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. ശ്രീനിവാസനെ കൊണ്ടുപോയിട്ട് മറ്റേ ഭർത്താവാണെന്ന് അവര് വിചാരിക്കുന്നതും അതൊക്കെ ഒരു എന്താ പറയുക ഒരു സ്ത്രീയുടെ അവസ്ഥ നാലിച്ചു നോക്കിയേ. ഒരു ഡ്രൈവറിനെ കൂട്ടി ഭർത്താവ് ഇട്ടിട്ട് അവിടെ എത്തിക്കോളാന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് പ്രോമിസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് അവിടെ പോയിട്ട് ഇയാളാണ് പുള്ളിക്കാരന്റെ ഭർത്താവ് എന്ന് പറയേണ്ടി വരുന്നു. അങ്ങനത്തെ കുറെ ഇൻസൾട്ടഡ് ആവുന്ന കുറച്ച് സീനുകള് ഒരുപാട് കാര്യങ്ങള്. അപ്പൊ ആ ഒരു സിനിമ ഞാൻ എനിക്ക് പറഞ്ഞേ ഭയങ്കര ഉർവശിയുടെ ആ ക്യാരക്ടർ അതെ ക്യാരക്ടറിനോട് എനിക്ക് ആ സിനിമയ്ക്ക് അത് ഭയങ്കര സിമ്പതിയാണ്. എനിക്ക് ഭയങ്കര സങ്കടമാണ് ഓഫ് പുള്ളിക്കാരിയുടെ കോഴ്സ് ക്യാരക്ടറിനോട് ഓഫ് കോഴ്സ് എപ്പോഴും തോന്നുന്നത്. അല്ല അത് 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 പറയുന്ന അത് കറക്റ്റ് ആണ് പോയിന്റാ ഭയങ്കര. അപ്പോ അത് ആ സിനിമ അങ്ങനെ നോക്കിയാല് ഇറ്റ്സ് ഗുഡ്. അതിന്റെ കാസ്റ്റിംഗ് വൈസ് ആണെങ്കിലും അത് പ്രിയദർശന്റെ പടം എപ്പോഴും നിറഞ്ഞിരിക്കുമല്ലോ. കുറെ കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു ഹൈലൈറ്റ് ആണ് പ്രിയദർശന്റെ സിനിമയ്ക്കകത്ത്. എല്ലാം നല്ല ആക്ടർ. ഇപ്പൊ തിക്കുറിശി ശങ്കരാടി എത്ര പേര് ഓൺസോമ്പിളാ നമ്മളിപ്പോ നോക്കുമ്പോ ഓൺസോമ്പിൾ കാസ്റ്റാ. അപ്പോ അങ്ങനെ നോക്കിയാൽ ആ പടം സൂപ്പറാ. പിന്നെ ഞാൻ എന്റെ രണ്ടാമത്തെ പടത്തിലേക്ക് വരാം. ഇപ്പം ഇത് മൈ തേർഡ് ഫേവറേറ്റ്. സെക്കൻഡ് ഇതുപോലത്തെ ഞാൻ കാണുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെയൊക്കെ ചിലപ്പം ഈ പറയുന്ന പോലെ ലിസ്റ്റിൽ കാണാൻ ചാൻസ് ഉള്ള പടങ്ങളിൽ ഒന്നായിരിക്കാം. ഇത് ഭയങ്കര ഡിഫറെന്റ് പടം എന്ന് പറയുന്നില്ല. സെക്കൻഡ് ഓബിയസ്ലി സ്പടികം. സോ ആ സ്പടികം സ്വാഭാവികം. എന്ന് പറഞ്ഞ സിനിമ സ്പടികം എന്ന് പറഞ്ഞ സിനിമ ഈ പറയുന്ന പോലെ നമ്മൾ ഭദ്രൻ എന്ന് പറയുന്ന ഡയറക്ടറിനെ വേണ്ട രീതിയിൽ അപ്രിഷിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഭദ്രൻ ഇസ് എനിക്ക് സുഖമായിട്ട് നമുക്ക് ഈസിലി ഭരതൻ പത്മരാജൻ ആ സ്പേസിൽ നമുക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടർ തന്നെയാണ് പുള്ളി. പുള്ളിയുടെ പടങ്ങളാണെങ്കിൽ പോലും ഭയങ്കര തീരെ മോശം സിനിമ എന്ന് പറയാൻ ഒന്നും തന്നെയില്ല. എല്ലാം നല്ല. സത്യം പറഞ്ഞാൽ വെള്ളിത്തിര ഈ പറയുന്ന പോലെ അത്ര ഹിറ്റ് ആകാത്ത പടമാണെങ്കിൽ പോലും അതിന് നല്ലൊരു കഥയുണ്ട്. നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു കഥയുണ്ടായിരുന്നു. ഉടയോനാണെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ ഉടയോൻ. ഇറ്റ് വാസ് നോട്ട് എ ഹിറ്റ് ഓർ എനിത്തിങ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇറ്റ്സ് നോട്ട് മൈ ഫേവറേറ്റ് ബട്ട് ഇറ്റ്സ് എ ഗുഡ് ഫിലിം. അപ്പോൾ സ്പടികം എന്ന് പറയുന്ന ഒരു സിനിമ ഭയങ്കര ഒരു നമ്മള് ആനിമലിനെ പറ്റി സംസാരിച്ച പോലെ ഇതിന്റെ അകത്തൊരു ടോക്സിക് ഫാദർ സൺ റിലേഷൻഷിപ്പ് ആ കാണിക്കുന്നത്. ഒരു ഭയങ്കര ടോക്സിക് പാരന്റിങ്ങിനെ പറ്റിയിട്ട് അന്ന് സംസാരിച്ച ഒരു സിനിമ ഇത്. പക്ഷെ അത് ഡോൺ സിനിമ എൻഡ് ചെയ്ത പോലെ കൊണ്ട് എൻഡ് ചെയ്തില്ല അവര്. ഏതാ മറ്റേ ചെരുപ്പ് മറ്റേ ശിവകാർത്തികേയന്റെ ഡോണ് ചെരുപ്പിന്റെ ഒരു അല്ല കാലിന്റെ നല്ലൊരു വെള്ളല് പടമായിരുന്നു. കണ്ടിട്ട് അല്ല അപ്പൊ ചാക്കോമാഷ അവസാനം ഇതിന്റെ അകത്ത് നന്നാവും. പക്ഷെ അത് പുള്ളി അതെ നന്നാവുന്നതാണ്. പക്ഷേ അതാ മറ്റേതങ്ങനെയല്ല. അത് അത് ഇച്ചിരി അത് ബുദ്ധിമുട്ടായിരുന്നു. ഇതിന്റെ അകത്ത് അത് ഒരു കാര്യം ഇപ്പൊ ചാക്കോമാഷിന്റെ കാര്യം പറഞ്ഞത് ഇതുപോലെ നമുക്ക് സ്പടികത്തിന്റെ ഇപ്പൊ സ്പടികത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആ സ്പടികത്തിന്റെ ഇൻട്രോ സീൻ അതായത് പടം തുടങ്ങുന്ന സീക്വൻസ് എന്നൊക്കെ പറയുന്നത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആണ്. കാരണം ആ സിനിമ ഭയങ്കര ടൈംലെസ് ക്ലാസിക്കാ. പടത്തിന്റെ ആ ഒരു കോറും ആ പടത്തിന്റെ മെയിൻ കഥ എന്ന് പറയുന്നത് ഭയങ്കര ടൈംലെസ് ആയിട്ടുള്ള ഒരു കഥ പശ്ചാത്തലമൊക്കെയാണ്. കാലഘട്ടം വ്യത്യാസത്തിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ
അതിന്റെ ഇപ്പോ അത് തുടങ്ങുന്ന സീൻ എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി ചന്തയിൽ വെച്ച് ഷൂട്ട് ചെയ്ത ഒരു ഫൈറ്റ് സീക്വൻസാ. അത് അത് ഇൻക്രെഡിബിൾ ആക്ഷൻ സീക്വൻസ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈറ്റ് സീക്വൻസുകളിൽ ഒന്നത്. അത് അതെല്ലാം സ്പടികത്തിലാണ് പുള്ളി ഏറ്റവും തന്നെ ബെസ്റ്റ് ആക്ഷൻ സ്റ്റണ്ട് സീക്വൻസ്. ചെയ്തിരിക്കുന്നു അല്ലേ? അതെ. ആ ജീപ്പിൽ ഓടിക്കേറുന്ന സീൻ എന്നൊക്കെ പറയുന്നത് എന്റെ ദൈവം ഒന്ന് ടൈമിങ് തെറ്റിപ്പോയാൽ ഉരുണ്ട് താഴെ കിടക്കും. പരുക്ക് പറ്റുന്ന സീനാ. പക്ഷെ അത് അടിപൊളി. അത് ആലോചിക്കുക, ആ സിനിമയിലെ മോഹൻലാൽ ആദ്യമേ പറയുന്ന ഡയലോഗ് ഏതാന്ന് നിനക്ക് തന്നെ അറിയില്ല. പൂക്കോയി എടി മോനെന്നാ പറയുന്നത്. അത് അല്ല മറ്റേ മന്ത്രി സ്പടികൻ ആ ജോർജിനെ അല്ലേ? അല്ല സ്പടികൻ ജോർജിനെയാണ് ആരെയാണ് മറ്റേ അല്ലല്ല കിണറ്റിലേക്ക് ശ്രീരാമന് ഉരുട്ടിയിടുന്നത്? ശ്രീരാമന് അല്ല അതല്ല, മറ്റേ ആ കിണറ്റിലോട്ട് മുണ്ട് തലയിൽ അത് കെട്ടിയിട്ട് വലിച്ചെടുത്തിട്ട് അത് സ്പടികൻ ജോർജിനെയാണ്. ഭീംജീനല്ലേ ഇടുന്നത്? ഭീംജീനെ ഇടുന്ന അതൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റി അല്ലേ? മറ്റേ അത് ഭയങ്കര ആരെയും കിടിലൻ ശരിക്കും സീനാ. അങ്ങനെ കഴുത്തിൽ കെട്ടി അത് എല്ലാ ഈ ഭീമനെപ്പോലെ ഡയലോഗുകളും ഭയങ്കര അല്ല ഇതാട്ടോ. മാസ് ഡയലോഗ് മാത്രല്ല, അതെ. അല്ലാണ്ടുള്ള കാര്യങ്ങളൊക്കെ. ഇതെന്താ പറയുക, ഇത് ഭയങ്കര ഒരു ക്ലാസ് പടമാണ്. പക്ഷെ അതിന്റെ അകത്ത് ഒരുപാട് അൺബിലീവബിളി മാസ് സീക്വൻസ് ഉണ്ട് ഉണ്ട്. ഇതിന്റെ അകത്ത്. എന്നാ ഭയങ്കര തോമയൊന്നും മുടി അൺബിലീവബിൾ ആയിട്ടുള്ള നീട്ടി വളർത്തും സോമ്പളൊക്കെ വളർത്തും ചിരക്കാൻ എന്നുള്ള സാധനം. ചിലക്ക് പിന്നെ ഒരുപാട് ഒരു ഡയലോഗുകള്. അതും ചുമ്മാ എന്താ ആരെങ്കിലും പറയുന്നത്, പറഞ്ഞാൽ വലിയ ഇതൊന്നും ഇല്ലാത്ത ഒരു സാധനമാണ്. മറ്റേ ആ ഇതെന്റെ പുത്തൻ റേവൻ ഗ്ലാസ്, ഇത് ചവിട്ടി പിടിച്ചതിന്റെ ചവിട്ടി കാല് ഞാൻ പൊട്ടിച്ചതിന്റെ വെട്ടും. കാല് ചെയ്യാൻ പറ്റും. അതൊക്കെ ചെറിയ അതും എടാ, നല്ലൊരു അത് മറ്റേ ഉണ്ടല്ലോ മണിയാ പോ എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ വെച്ച് ആ മണിയെ ഊതല്ലേ, അടിച്ചോടിക്കുന്ന സീൻ ഊതിയ വളരെ തീപ്പൊരി വറക്കും അതൊക്കെ. വിഷയ സീന. അതെന്താ പറയാ, എനിക്ക് അത് ഈ സിനിമ ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നതിന്റെ മെയിൻ റീസൺ എന്താ പറയാ, ആ ക്യാരക്ടർ അത്ര നല്ല വ്യക്തി ഒന്നും ആയിട്ടല്ല എന്റെ അത് കാണിക്കുന്നത്. അപ്പോ എന്താ പറയുന്നത്, ഈ ഗോസ് ടു എ പ്രോസ്റ്റിറ്റ്യൂട്ട്, ഭയങ്കര ഡ്രങ്കഡാണ്, ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത്, ഭയങ്കര എല്ലാ ടൈപ്പ് അമ്മച്ചിയുടെ അലമ്പുവൃത്തികേടുകളുള്ള സ്വർണം കൊണ്ടുപോയിട്ട് ചീട്ട് കളിക്കുന്നു. ചീട്ട് കളിക്കുന്നു, എൻജിൻ എനിക്ക് മാറ്റാനാന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് വേറെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു സീനുണ്ട്. മറ്റേ സ്പടിയൻ ജോർജ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഇടിച്ചു കഴിഞ്ഞിട്ട് പുള്ളി വടി കുത്തിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരത്തില്ലേ, അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ വടി ഇങ്ങനെ എന്റെ നല്ല പ്രായത്തിൽ നിനക്ക് കറക്കിക്കൊണ്ടിരിക്കുന്നത്. കുത്തി നടക്കാന്ന് പറയുന്നതൊക്കെ. എടാ എന്റെ സീരിയ. അമ്മ സ്പടിയൻ ജോർജിന്റെ മറ്റേ പുള്ളി ഞങ്ങളുടെയൊക്കെ അവിടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി വീടുകളിലൊക്കെ പോയി പ്രാർത്ഥനയൊക്കെ ചെയ്യും. അതിന്റെ അകത്ത് എന്റെ അമ്മയെ പോയിട്ടുണ്ട്. കണ്ടാ പറയും സ്പടിയൻ ജോർജൊക്കെ അവരിങ്ങനെ വീടുകളിലൊക്കെ പോയി പ്രാർത്ഥന, എന്തോ ജീസസ് യൂത്തോ അങ്ങനെ എന്തോ ഒരു ഇതായിട്ട് അങ്ങനെ അവര് പോവായിരുന്നു. അതിലുണ്ടായിരുന്നു പുള്ളി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താന്ന് വെച്ചാല്, നമ്മുടെ അപ്പം അങ്ങനത്തെ കുറെ സീക്വൻസുകൾ, പിന്നെ ആ ക്യാരക്ടറിനെ ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടും അത് കുറെ ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ട്. കുറെ ഈ പറയുന്ന കോട്ടയം ചങ്ങനാശ്ശേരി സൈഡിൽ നിന്നുള്ള കുറെ ആൾക്കാരിൽ നിന്നും കുറെ ക്യാരക്ടേഴ്സിൽ നിന്നും ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ. ഇപ്പൊ ഈ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുന്ന സീൻ എന്ന് പറയുന്നത്, ഞാൻ പേര് പറയുന്നില്ല, എന്നാൽ ഈ പറയുന്ന ഒരു എന്താ ശരിക്കും പറഞ്ഞാൽ അത് ഇവിടെ കോട്ടയം പാലസയിലെ പേര് പറഞ്ഞില്ല, ഒരാൾ ചെയ്ത ഒരു പ്രവൃത്തിയാണ് ആ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുന്നതിന് പകരം എന്താ പറയുന്ന ആ ഒരു സീക്വൻസ്, ആ ഭീംജിയെ തള്ളിയിടുന്ന സീക്വൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് പാലാ സൈഡിൽ നടന്നൊരു സംഭവം. അപ്പോ അത് എനിക്കറിയാം, കാരണം ഇറ്റ് ഓൾസോ കെയിം ഇൻ വേറെ സിനിമയിലും വന്നിട്ടുണ്ട്. ആ ആളുടെ ജീവിതത്തിനെ പറ്റി ഒരു സിനിമ കുറച്ച് നാൾ മുന്നേ വരികയും ചെയ്തു. അപ്പൊ അത് ശരിക്കും നടന്നൊരു സംഭവം. അപ്പോ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല, ബിക്കോസ് അത് ഇനി അവർക്ക് അത് ഒഫെൻസീവ് ആയിട്ട് തോന്നണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. അപ്പം പിന്നെ അതിന്റെ അകത്തൊരു നമ്മുടെ കോട്ടയംകാരൻ തന്നെ ഒരു ക്യാരക്ടർ ഉണ്ട്, നമ്മുടെ മറ്റേ തൊരപ്പൻ. ഞാൻ കോട്ടയത്തുണ്ടായിരുന്നു. സർ, ഞാൻ കേരളത്തിൽ നിന്ന നാളുകളെല്ലാം ഞാൻ കോട്ടയത്ത് സ്പെൻഡ് ചെയ്ത ഒരാളാണ്. പക്ഷെ എനിക്ക് ആരുടെ കാര്യമാണെന്ന് മനസ്സിലായില്ലാത്തോണ്ട്. അല്ല അതൊരു അത് കേൾക്കുന്നവർക്കും മിക്കവർക്കും അറിയാവുന്ന കുറെ കാര്യമായി. അതിനെ പറ്റി ഐ ഡോണ്ട് വാണ്ട് ടു നെയിം ഡ്രോപ്പ്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അതിനകത്ത് മറ്റേ തൊരപ്പൻ ബാസ്റ്റിൻ മറ്റേ ക്യാരക്ടറൊക്കെ വരുന്നത് ജോജിക്ക് തപ്പനായിട്ട് വരുന്നു. പിന്നെ മറ്റേ റെസ്പെക്ട് സാധനത്തിന്റെ അകത്തുണ്ട്, ഡബിൾ ബാരലിന്റെ. ഞാൻ പുള്ളിയെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ നേരിട്ട് കാണുന്നത് ഡബിൾ ബാരൽ കണ്ടിട്ട് ഇറങ്ങി വരുമ്പോഴാണ്. പുള്ളിയും ഫാമിലിയും വെളിയിൽ കൊണ്ടുവരുന്നത്.
ആ അങ്ങനെ പുള്ളി എസ് അത് ഐ പുള്ളി എന്തോ അല്ലായിരുന്നു റിയൽ എടാ ലൈഫിൽ. പുള്ളി SI ആയിരുന്നു. പുള്ളി ഞാലിയാകുഴിയിൽ ജിമ്മ് നടത്തും ഇപ്പൊ. എനിക്ക് തോന്നുന്നു ഓ നമ്മുടെ അർജുൻ ശ്യാം ജോപ്പൻ അവിടെ പോയിട്ടുണ്ട് ജിമ്മിൽ എപ്പോഴും. അവനാണ് ആഹാ. എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ട്രിവിയ ഉണ്ട് ഗൈസ്. ഓ സോറി. ഞങ്ങളുടെ ബിഗ് അപ്പൊ ബോസ് ഇതുവരെ ചെയ്തിട്ടുള്ള എപ്പിസോഡുകളൊക്കെ ആൾക്കാർ വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്തു കേട്ടോ. yeah, yeah, അർജുൻ yeah, ഞങ്ങളുടെ yeah, yeah, ക്ലാസ്മേറ്റ് ആണ്. yeah. പിന്നെ പിന്നെ ഞാൻ ആയിരുന്നു. മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ സ്പടികത്തിന്റെ ടെക്നിക്കൽ സൈഡ്. അതിൻ്റെ അകത്ത് ഒരു ഭയങ്കര ഒരു പോയിന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് പേഴ്സണലി സിനിമാറ്റോഗ്രഫി ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പം ഈ സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ഈ കാർ, പുള്ളി ഓടിക്കുന്ന ലോറിയുടെ ഡ്രൈവ് ഷാഫ്റ്റിന്റെ അവിടെ ക്യാമറ വെച്ചിട്ട് ഉള്ള കുറെ ഷോട്ടുകളുണ്ട്. അത് അല്ല അന്ന് അതില് കാണുമ്പോൾ എല്ലാ വണ്ടികളും കൊണ്ട് പാർക്ക് ചെയ്യുന്നത് ഒരുമാതിരി ഒരു സഡൻ ആയിട്ട് കൊണ്ടെന്നുള്ള ഒരു ഇങ്ങനെ കൊണ്ടുവന്ന ഇറച്ചി കൊണ്ടുവന്ന അത് എല്ലാ വണ്ടികളും മലയാള സിനിമയില് ഒരുപാട് സിനിമകൾ അനാവശ്യമായിട്ട് റാഷ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അതിനെ കളിയാക്കുന്ന ഒരു സീൻ നമ്മുടെ അയാൾ കഥ എഴുതുകയാണെന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തുണ്ട്. മറ്റേ ബ്രേക്ക് ചവിട്ടുമ്പോ മോഹൻലാല് ഫ്രണ്ടിലോട്ട് വരുന്നത്. മറ്റേ തഹസിൽദാർ ആ പടത്തിനകത്തിൽ അത് മാത്രല്ല, മറ്റേ ഈ ഡാൻസ് കളിക്കാൻ പെണ്ണുങ്ങൾ വരുമ്പോഴത്തേനും ആര് പാട്ട് പാടിയാലും പുറകെ വന്നോളെന്ന് പറഞ്ഞു മറ്റേ പാട്ടിന്റെ ആ മൂവി ഒരു സ്പെഷ്യൽ മെൻഷൻ കേട്ടോ. അത് വൺ സിനിമയായിരുന്നു, പറയാതിരിക്കാൻ മേല. അതൊരു സ്പെഷ്യൽ മെൻഷൻ. ആ പടത്തിന് ഞാനുമായിട്ടൊരു ബന്ധമുണ്ട്, ഒരു ചെറിയൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ട്. പറഞ്ഞപ്പോഴത്തേനും ഞാൻ അതോടെ പറഞ്ഞേക്കാം. ഞങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇവിടെ ഖത്തറിൽ നമുക്ക് TV കേബിൾ കണക്ഷൻ ഒന്നും ഇല്ല. അപ്പൊ ഞാൻ കുഞ്ഞാകട്ടെ, ലൈക്ക് ഒരു 1 year 2 year ആ പ്രായമുള്ള ആ സമയത്ത് പപ്പയാകെ ഒരു DVD ആണോ CD ആണോന്ന് എനിക്കറിയത്തില്ല, എന്താണ്ടൊരു ഇങ്ങനെ മൂവിയുടെ കാസറ്റ് പോലത്തെ സാധനം അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഈ മൂവിയാണ്. അപ്പൊ ഞാൻ അമ്മ എപ്പോഴും പറയും ഞങ്ങൾ ആ പടം ഒരു 500 തവണ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ പടത്തിനൊരു അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിലാ കണ്ടത് ആ സാധനം, മറ്റേ ഇതിന്റെ VHS ടേപ്പിലോ അങ്ങനെ എന്തോ മറ്റേ വലിയ ഡിസ്ക് പോലത്തെ സാധനം ഇല്ലേ, അതുപോലത്തെ. ഞാൻ ടിവിയിലാ സിനിമ കണ്ടത്. ഞങ്ങൾക്ക് ഇവിടെ കേബിൾ കണക്ഷൻ ഇല്ലാത്ത സമയത്ത് റിപ്പീറ്റ് വാച്ചിലുള്ള ഒരു 500 തവണ. അമ്മയ്ക്ക് ആ ഡയലോഗുകളെല്ലാം കാണാൻ പാടമാണ്. അപ്പോ ആ പടം ഞങ്ങൾക്കൊരു പേഴ്സണൽ കണക്ഷൻ ഉള്ള പടമാണ്. പിന്നെ ഓക്കെ, അപ്പൊ കമ്മിങ് ബാക്ക് ടു സ്പടികം. അപ്പൊ അതിന്റെ ക്യാമറ വർക്ക്, അതിന്റെ ആക്ഷൻ സീക്വൻസസ് എല്ലാം, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കിടിലാണ്. പിന്നെ കുറെ കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലുകളൊക്കെ ഉണ്ട്. എന്തിനാ പാച്ചോട്ട് അവന് ബൈക്ക് മേടിച്ചു കൊടുത്തതെന്ന് പറഞ്ഞ്, മറ്റേ സഹപാഠി മരിച്ചു പോകുന്ന ഇൻസിഡന്റ് നൈസായിട്ട് അത് എഴുതിയത് കൊണ്ടുപോയതും. അപ്പോ അത് എന്റെ ഫർഗീസും പുള്ളിയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് കാണിക്കുന്നതൊക്കെ ഭയങ്കര ഇമോഷണലി നമുക്കത് ഭയങ്കരമായിട്ട് ഇതാവും, സ്ട്രൈക്ക് ആവും ഭയങ്കരമായിട്ട്. സ്പടികത്തിന്റെ തമിഴ് പടത്തിനെ കുറിച്ച് ഞങ്ങൾ പറയണമെന്ന് നിങ്ങൾ കമന്റില് മെൻഷൻ ചെയ്യട്ടെ. നമ്മൾ കണ്ടത് മുരട്ടിക്കാളയും സുന്ദർസിയണ്ണന്റെ അത് ചെയ്യണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. മുരട്ടിക്കാളയും വേണമെന്ന്. വല്ലാത്തൊരു കാളയായിരുന്നു, ശരി ബുദ്ധിമുട്ടായിരുന്നു. വല്ലാത്തൊരു കാളയായിരുന്നു അത്. നല്ലൊരു പടത്തിനെ കുറിച്ച് വയ്യാതെയായി. നമ്മുടെ ഈ പൊന്നിയിൻ സെൽവന്റെ ലോഞ്ചിന്റെ സമയത്താന്ന് തോന്നുന്നു, എപ്പോഴോ കാർത്തി നാട്ടിൽ വന്ന സമയത്ത്, അതായത് കേരളത്തിൽ വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്പടികം പുള്ളിയുടെ വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് പടങ്ങളിലൊന്നാണ്. അത് സത്യം പറഞ്ഞാൽ അതെന്താ പറയാ, അതുപോലെ അത് സിനിമയെ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട്, അത് മോഹൻലാൽ സിനിമയെ ഭയങ്കര ക്ലോസ് ആയിട്ട് കണ്ടവർക്കേ ഈ സ്പടികത്തിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അല്ലാത്ത ലാംഗ്വേജിൽ നിന്നൊക്കെ കാണുന്നവർ കാണുന്ന പടങ്ങൾ ഏതായിരിക്കും എന്ന് നമുക്ക് ഏകദേശം ഒക്കെ ഊഹിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ to choose Spadigam, I think it was very tasteful of him to do something like that. So Spadigam ഒന്ന്, and it's one of the greatest films of all time. അതിന്റെ പാട്ടുകളെ കുറിച്ച് പറയാൻ വിട്ടുപോയി, കാരണം ഇതിനകത്തിലെ പാട്ടുകൾ പൊളിപ്പാട്ടുകളാണല്ലോ. അയ്യോ ശരിക്കും ഏഴുമല പൂഞ്ചോല എന്ന് പറഞ്ഞ പാട്ട് ശരിയാണ്. സിൽസ്മിതൊക്കെ ഉണ്ടെങ്കിലും ചിത്രചേച്ചിയുടെ പാട്ടുകൾ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളാണ്. ഈ പരിമല ചെരുവിലെ ആണെങ്കിലും ഏഴുമല പൂഞ്ചോല ആണെങ്കിലും എല്ലാ പാട്ടുകളും ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ്സ് ആണ്. ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള പാട്ടുകളാണ്. അത്രയും ഒരു ഏഴുമല പൂഞ്ചോല ചിത്ര പാടിയത്.
ആ അത്ര അത് പറഞ്ഞത്. കേട്ടെങ്കിൽ തോന്നത്തില്ലല്ലോ. അതാ പുള്ളിക്കാരിയെ പറയുന്നത്. കൊണ്ട് അങ്ങനെ പറഞ്ഞ് പാടിപ്പിച്ചതാണ്. പുള്ളിക്കാരിക്ക് അത് ഭയങ്കര അത് അത് പാടായിരുന്നു. അത് ഇപ്പോഴും അത് പുള്ളിക്കാരിക്ക് ഞാൻ സ്റ്റേജിൽ പാടാൻ മടിയാ. ഇപ്പോഴും പുള്ളിക്കാരി അതെ പാടത്തില്ല. അതെ അതെ കാരണം ആ ഒരു അത് സെക്യൂരിറ്റി ഷോയിലാണ് പാടിയത്. സെക്യൂരിറ്റി ഷോസിലാണ് പാടിയത്. അത് കഴിഞ്ഞിട്ട് സെൻസസ് ആയി മാറത്തില്ല. പിന്നെ അതിന്റെ അകത്ത് ഞാനും ദിഗംബരനും ഞങ്ങളുടെ ആ. കോളേജ് കാലത്ത് ഞങ്ങൾ മറ്റേ മോഹൻലാലിന്റെ സൗണ്ടിനെ കളിയാക്കുമായിരുന്നു ആ പാട്ട് കേട്ടിട്ട്. പക്ഷെ അഗൈൻ ഇറ്റ്സ് എ ഗുഡ് സോങ്. ഓക്കെ. ഞങ്ങള് മറ്റേ അല്ല ആ പാട്ട് പാടിക്കൊളിക്കും പരൽവിൽ അതൊക്കെ ശരിയാ. ഞങ്ങളത് പറഞ്ഞ് കളിയാക്കാറ്. പക്ഷെ അഗൈൻ പക്ഷെ അതല്ല ഐ അതിന്റെ ഒരു ഹാവ് ബ്യൂട്ടി. പുള്ളി അതിന്റെ ഒരു പാടുമ്പോഴല്ല ആ ബ്യൂട്ടി ഒരു അതാ. എനിക്ക് ഞാൻ പറയട്ടെ, ഒരു മോഹൻലാൽ എന്ന് പറഞ്ഞ സിംഗർ ആ ലാലിസം നടത്തുന്നിടം വരെ എനിക്ക് ഇഷ്ടമായിരുന്നു. ലാലിസത്തോടു കൂടിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വെറുത്തു പോയത്. അത് ഓക്കെ, ലെറ്റ്സ് നോട്ട് ഗോ ഇൻ ടു സച്ച് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്. ബട്ട് യാ, സോ സ്ഫടികം. പിന്നെ സ്ഫടികത്തിന്റെ ഒരു ട്രിവിയ ഞാൻ പറയാം. സ്ഫടികത്തിന്റെ ഒരു മെയിൻ പോസ്റ്റ് ഉണ്ട്. പുള്ളി ഇങ്ങനെ ബസ്സിലിരുന്ന്, ബസ്സല്ല സോറി, ലോറിയിലിരുന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, ഫേമസ് ഫോട്ടോ. ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ടുള്ള. അതെ. ആ ഫോട്ടോ എടുത്തത് NL ബാലകൃഷ്ണനാണ്, നമ്മുടെ മറ്റേ ഇത് പട്ടണപ്രവേശത്തിന്റെ അത് പക്ഷി രാഷ്ട്രീയ അത് തന്നെ. ബുൾഫിഞ്ചിനെ പിടിക്കാൻ പോകുന്നതാണ്. പീറ്റർ പായ് എന്ന് പറഞ്ഞാലേ ആൾക്കാർക്ക് അറിയുള്ളൂ. ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ഓക്കെ ഓക്കെ. അങ്ങനെന്തോ പുള്ളിയുടെ പേര്. അപ്പോ അത് പിന്നെ അതിന്റെ അകത്തൊരു ടെറർ ക്യാരക്ടർ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരാളുണ്ട്, ഓന്ത് ഗോപാലൻ. മറ്റേ പന്നിയെ പനാമർ വെച്ച് ഗോപാലൻ ജിമ്മാ പുള്ളി. പക്ഷെ ആ കോഡ് സീക്വൻസ് ഒക്കെ കിണ്ണനാട്ടോ, കിഡിലുമായിട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു ആ ഭാഗമൊക്കെ. അപ്പൊ മറ്റേ പൊട്ടക്കിണറ്റിൽ മറ്റേ SI സോമശേഖരനെ ആടുതോമാന്ന് പേര് വിളിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, അത് പറഞ്ഞോണ്ടിരിക്കുമ്പോ ആ ഫ്ലാഷ് ബാക്ക് സീക്വൻസ് കാണിക്കുന്ന ഭയങ്കര സ്മൂത്ത് ആയിട്ട് ആ ട്രാൻസിഷൻ ഒക്കെ വരുന്നത്. പുള്ളിയെ ഇടിക്കുന്നതും പുള്ളിയെ പൊട്ടക്കിണറ്റി അത് ഇടിക്കുന്നതും. പിന്നീട് വേറെ പടത്തിലൊക്കെ വന്നിട്ടുമുണ്ട്. ആ ഒരു നമ്മുടെ ഓഷനകത്തൊക്കെ വന്നിട്ടുണ്ട്. ഓശാനകത്തൊക്കെ ഉണ്ട്. ശരിയാ. അതെ. അപ്പൊ സോ ആ സിനിമയുടെ ഈ പറയുന്ന പോലെ മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ആണെങ്കിലും കുറെ ടെറർ സാധനങ്ങളൊക്കെ അതിന്റെ അകത്തുണ്ട്. ഇങ്ങനെ ഭയങ്കര ടെൻഷൻ എടുപ്പിക്കുന്ന സാധനങ്ങൾ. ആ വണ്ടിയിൽ ബോംബ് പൊട്ടാൻ പോവാന്ന് പറയുമ്പോ അതിന്റെ അകത്ത് മറ്റേ നമ്മുടെ ഹാൻസിമറിന്റെ ടിക്ടോക്ക് മ്യൂസിക് പോലെ രാജാമണിയാണെന്ന് തോന്നുന്നു. രാജാമണിയാണോ SP വെങ്കടേഷ് ആണോ അറിയത്തില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പുള്ളിയുടെ കുറച്ച് ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കുന്ന ടൈപ്പ് മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് നൈസ്. കാസ്റ്റ് ആണെങ്കിൽ കാസ്റ്റിംഗ് ആണെങ്കിൽ പോലും സിനിമ ചെയ്തിരിക്കുന്ന എല്ലാം കറക്റ്റാ, പെർഫെക്റ്റ് ആയിരുന്നു എല്ലാം കൊണ്ടും. സോ ദാറ്റ്സ് ദേർ. അപ്പോ സ്ഫടികം റീ റിലീസ് ചെയ്ത സമയത്ത് ആരെങ്കിലും പോയി കണ്ടായിരുന്നോ? ഇല്ല, അത് ഞാൻ ആ സമയത്ത് നാട്ടിലില്ലായിരുന്നു. അത് എനിക്ക് കാണാനും പറ്റിയില്ല, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായില്ല. പിന്നെ കമ്മിങ് ബാക്ക് ടു മൈ നമ്പർ 1. അല്ല, റിലീസും ചെയ്തായിരുന്നല്ലോ, തിയേറ്ററിൽ റിലീസ് ചെയ്തായിരുന്നു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചുമ്മാ റിലീസ് ചെയ്യുമല്ലോ അവര്, റീമാസ്റ്ററും കൂടെ ചെയ്തു. അതെ അതെ അതെ, കറക്റ്റ്. പക്ഷെ എന്തൊക്കെയോ അതിനകത്തില് പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറയുന്ന കേട്ടായിരുന്നു. അതായത് പഴയ അതിനെ ഒന്ന് റീമാസ്റ്റർ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ രീതിയിൽ തന്നെ ഒന്ന് റീ റിലീസ് ചെയ്യേണ്ട ആവശ്യം, പഴയതുപോലെ തന്നെ വെച്ച, അങ്ങനെ എല്ലാവരുടെയും ഒരു പൊതുവേ ഉള്ള അഭിപ്രായം. എന്തോ മാറ്റം ഉണ്ടായിരുന്നു അല്ല, സീൻ കുറച്ചുകൂടെ അവര് കട്ട് ചെയ്ത് കളഞ്ഞതൊക്കെ ആഡ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പിന്നെ എന്താ പറയാ, അത് അന്ന് തന്നെ ടെക്നിക്കലി എനിക്ക് തോന്നുന്നു ഭയങ്കര അഡ്വാൻസ് സിനിമയായിരുന്നു. അതിന്റെ സൗണ്ടും അതിന്റെ അകത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കിടിലായിരുന്നു കേൾക്കാൻ. സൂപ്പർ ആയിരുന്നു അത്. സോ കമ്മിങ് ബാക്ക് ടു മൈ നമ്പർ 1 മൂവി, അത് അയ്യോ, എനിക്ക് എല്ലാ വർഷവും ഐ മേക്ക് ഷുവർ ദാറ്റ് I revisit that film because see, it's Mohanlal opinion. ഒരു സിനിമ എന്നുള്ള രീതിയിൽ ക്ലോസ് ടു പെർഫെക്ഷൻ എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമകളിൽ ഒന്നാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഡയറക്ടറിന്റെ സിനിമയാണ് ഇരുവർ. എനിക്ക് ആ സിനിമ, I don't know how much it means to me, but aa cinema, in my opinion, it's easily one of the best
തിങ് മോഹൻലാൽ ഹാസ് ഡൺ ആൻഡ് പ്ലസ് മണിരത്നം ഓൾസോ. അത് അത് ഭയങ്കര രസമാണ്. കാരണം ആ സിനിമയെ പറ്റിയിട്ട് ഐ സ്റ്റിൽ റിമെമ്പർ ഐ വാസ് ഓൺ എ ഡേറ്റ് നൈറ്റ് വിത്ത് എ പേഴ്സൺ ആൻഡ് ഡേറ്റ് നൈറ്റിന് എനിക്ക് നാച്ചുറലി റൊമാൻറ്റിക് ആയിട്ടൊന്നും സംസാരിക്കാനില്ലാത്തതുകൊണ്ട് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ദിസ് ഫിലിം ആൻഡ് ഐ വാസ് ഷോയിങ് ദ പേഴ്സൺ. അതിനകത്ത് വെണ്ണില വെണ്ണില വെണ്ണിലാവേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, റഹ്മാൻ മ്യൂസിക് ചെയ്ത പാട്ടാണ്. അത് താജ്മഹാളിന്റെ സൈഡിൽ വെച്ചാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ലൈക്ക് ദ പേഴ്സൺ, ഞാൻ ഡേറ്റിന് പോയ ആൾ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു ഇങ്ങനെ, ഓ മോഹൻലാല് ഐശ്വര്യ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, യു ഹാവ് നോ ഐഡിയ, ഐ ഷോ യു വൺ സോങ് എന്ന് പറഞ്ഞു ഞാൻ ഈ പാട്ടാ കാണിച്ചത്. അപ്പോ she was mind blown the way the song was shot. അന്ന് ഈ മറ്റേ വർക്കേഴ്സ് യൂണിയൻ സ്ട്രൈക്ക് ഒക്കെ നടക്കുന്ന സമയം. അപ്പൊ അവർക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ആ സിനിമയെ പറ്റി ഒരുപാട് വായിച്ചിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഭരദ്വാജ് രംഗൻ എഴുതിയ ബുക്ക് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ വായിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം അത്. മണിരത്നമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതൊരു ബുക്കായിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന കുറെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്ത സിനിമയാണ്. ഫസ്റ്റ് തിങ് മണിരത്നം വാസ് പുട്ടിങ് ഹിസ് ബെസ്റ്റ്. സെക്കൻഡ് തിങ് സന്തോഷ് ശിവന്റെ അങ്ങേയറ്റം പുള്ളി ട്രൈ ചെയ്തു. പിന്നെ ഒന്ന് മോഹൻലാൽ, പിന്നെ ഒന്ന് obviously my favorite A.R. Rahman. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ലിറ്ററലി they were competing and making the film so good. അതിനകത്ത് യൂസ് ഇവരില് ചെയ്തിരുന്ന വേറൊരാളുണ്ട്, പ്രകാശ് രാജ്. പ്രകാശ് രാജ് obviously is there, but അതിലേക്ക് ഞാൻ ചെല്ലം വരാം. പക്ഷെ ആണോ? പക്ഷെ അല്ല പുള്ളി അതിന്റെ അകത്ത് വേറെ ലെവലാണ്. ഇവരുടെ അല്ല കരുണാനിധി ഇതിന്റെ ആണെന്ന് അകത്ത് പറയപ്പെടുന്നു. പക്ഷെ ഇതിന്റെ അകത്ത് അവര് അവരാ ഓപ്പൺ ക്ലെയിമിനെ ആയിട്ട് പറയുന്നില്ലേലും, എന്താണ് അല്ല ആ ഓപ്പൺ ആയിട്ട് അവര് പറയുന്നില്ലേലും ഇറ്റ് ഈസ് അബൌട്ട് മനസ്സിലാവും. ലൈക്ക് ഉം. ആ പൊളിറ്റിക്സും അതിന്റെ അകത്ത് സിനിമയും അതെല്ലാം അതിനെ തന്നെയാണ് പോയിന്റ് ചെയ്യുന്നത്. അവരത് ഓപ്പൺ ആയിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഈസിലി ഐ തിങ്ക് അതിന്റെ അകത്ത് ഒരുപാട് എനിക്ക് പറയാനാണെങ്കിൽ വാക്കുകളില്ല. അതിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ എന്താ പറയുന്ന ഇപ്പൊ അതിന്റെ ഒരു ട്രിവിയ വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് മമ്മൂട്ടിയും മോഹൻലാലും കൂടെ ചെയ്യേണ്ടിയിരുന്ന സിനിമയായിരുന്നു. ഡ്യൂ ടു സം റീസൺ ഇറ്റ് ഡിഡ് അങ്ങനെ നോട്ട് വർക്ക് ഔട്ട്. ആയിരുന്നെങ്കിൽ അത് ആ മറ്റൊരു ആ അത് പക്ഷെ ഒരിക്കലും ആർക്കും പ്രകാശ് മറക്കാൻ രാജ് പറ്റാത്ത ഒരു സിനിമ അല്ല. അതിലേക്ക് പക്ഷേ ഞാൻ വരുന്നത്. അതിനുശേഷം ഒരുപാട് പേരെ ട്രൈ ചെയ്തു. ഈ നാനാ പട്ടേക്കർ പോയി, മറ്റേ നമ്മുടെ നാനാ പട്ടേക്കർ, ഇഫ് ഐ എം നോട്ട് നാനാ പട്ടേക്കർ, പിന്നെ നമ്മുടെ മിഥുൻ ചക്രവർത്തി, പിന്നെ മാധവനെ പോലും കാസ്റ്റ് ചെയ്യാനിരുന്നത് പ്രകാശ് രാജിന്റെ റോളില്. പക്ഷെ ഹി വാസ് ടു യങ്. അതാണ് പ്രശ്നം, ഹി വാസ് ടു യങ്. പക്ഷെ പുള്ളി മാധവന്റെ ഒരു പ്രശ്നം എന്താ പറയാ, എപ്പൊ പുള്ളി എന്തിൽ അഭിനയിച്ചാലും എനിക്ക് പുള്ളിയെ ഭയങ്കര ചോക്ലേറ്റ് ഹീറോ ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. ആ ഒരു അതങ്ങനെ അലൈപ്പായുടെ കണ്ടിരിക്കുന്നതുകൊണ്ട്. സ്റ്റൈലാണ്. പക്ഷെ എനിക്ക് അങ്ങനെയാണത്. ഇപ്പൊ നീ തമ്പിയൊക്കെ ഒന്ന് കണ്ടു നോക്ക്. ഓ അല്ല മറ്റേ ഇതിന് വിക്രം കിണ്ണൻ. വേദയിലാണേലും മാഡി ഇച്ചിരി ഒരു എന്താണ് എനിക്ക് അല്ല ഭയങ്കര അതൊക്കെ ഒരു ഇപ്പഴല്ലേ. ആയുധ എഴുത്തിന്റെ അകത്ത് ഇൻബ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ ആ സൂപ്പറാ. അതെ 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 അത് ഭയങ്കര അടിപൊളി ക്യാരക്ടറാ അത്. എന്താ അപ്പം കമ്മിങ് ബാക്ക് ടു മൈ പോയിന്റ് അഗൈൻ, എനിക്ക് ഈ മണിരത്നം പടത്തിലെ അത് മണിരത്നം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട്. കുറച്ചാൾ പിന്നെ ഗൗതം മേനോനുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞ ഇരുവർ ഇസ് ഹിസ് ബെസ്റ്റ് ഫിലിം. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഡു എനിത്തിങ് ബിയോണ്ട് ഇറ്റ്. ബട്ട് പക്ഷെ പുള്ളി ഇപ്പൊ പറയുന്നത് പുള്ളിയുടെ PS ആണ് പുള്ളിയുടെ ബെസ്റ്റ് പടമാണ്. പക്ഷേ ഫോർ മീ പൊന്നിയിൻ സെൽവൻ ഇസ് PS നോട്ട് ഈവൻ ഇൻ ദ അല്ല അതെ അതെ PS അതെ ടോപ്പ് 5 പോലും എനിക്ക് വരുന്നില്ല, ടു ബി വെരി ആ ഓണസ്റ്റ്. അത് PS ഒക്കെ എന്ന് പറയുന്നത് മണിരത്നത്തിന്റെ ഏറ്റവും പീക്കിൽ പുള്ളി ചെയ്ത സിനിമയൊന്നും അല്ല. അപ്പൊ പുള്ളിയുടെ പീക്കിൽ ചെയ്ത സിനിമയാണ്. പിന്നെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് അത് കൊമേഴ്ഷ്യലി ഓടാഞ്ഞ പടമാണ്. കൊമേഴ്ഷ്യലി അത്ര അക്ലെയിംഡ് ഒന്നും അല്ല. പക്ഷെ അതിന്റെ ആർട്ട് വൈസും അതിന്റെ ടെക്നിക്കൽ വൈസും അതിന്റെ അകത്തെ പാട്ടുകളും എല്ലാം ബ്രില്യന്റ് ആയിരുന്നു. പിന്നെ there were moments where I was thinking മോഹൻലാൽ എങ്ങനെയാ ഇങ്ങനെ അഭിനയിക്കുന്നതെന്നുള്ള. അതായത് മോഹൻലാലിന്റെ ഇതൊരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഞാൻ എപ്പോഴും ഇത് ദിഗംബരനുമായിട്ടൊക്കെ ഞാൻ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. മോഹൻലാലിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരന് ഒരു ക്യാരക്ടർ കിട്ടിയാൽ അത് പുള്ളിക്കാരനാക്കി അങ്ങ് മാറ്റും. അതായത് മോഹൻലാലാക്കി അങ്ങ് മാറ്റും.
ആ, ചില വളരെ ചുരുക്ക സാഹചര്യങ്ങളിലേ ഉള്ളൂ മോഹൻലാൽ ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെന്നിട്ട് പുള്ളി ആ ക്യാരക്ടറായിട്ട് ജീവിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ആ പടങ്ങളില് അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. പക്ഷെ ആ പടങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയിരിക്കുന്നത് ഇരുവറ. കാരണം ഇരുവറിന്റെ അകത്ത് പുള്ളി ഞാൻ ശരിക്കും വിചാരിച്ച MGR ശരിക്കും ഇങ്ങനെ ആയിരിക്കുമെന്നാ ഞാൻ എന്റെ തലയിൽ അങ്ങനെ രജിസ്റ്റർ ആയത്. ഹി വാസ് സോ ഗുഡ്. അതിന്റെ അകത്ത് പുള്ളി എന്താ പറയുന്നത്, അതിന്റെ അകത്ത് ഇപ്പൊ അതിന്റെ അകത്ത് ഒരു സീനുണ്ട്. പുള്ളിക്ക് ഇച്ചിരി പ്രായമായിട്ട് പുള്ളി ഇങ്ങനെ മന്ത്രിയുടെ ടേബിളിൽ ഇരുന്നിട്ട് പുള്ളി ഇങ്ങനെ സംസാരിക്കുമ്പം ഇപ്പൊ അതിന്റെ അകത്ത് പറയുന്നുണ്ടല്ലോ, അനന്തിനെ കാണാൻ വരുന്ന ഒരു മിനിസ്റ്റർ മിക്കവാറും മറ്റേ സെൽവൻ നിങ്ങളുടെ ഫ്രണ്ട് ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്, തമിഴ് സെൽവം ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് മോഹൻലാൽ ഇങ്ങനെ ഒന്ന് കൈയിലോട്ട് നോക്കി കൈയൊക്കെ തിരുമ്മിയിട്ടാണ് ആ ഡയലോഗ് പറയുന്നത്. ലൈക്ക് അത് മണിരത്നം പറഞ്ഞ ഒരു കാര്യം, ഐ ഹേറ്റ് ടു വർക്ക് വിത്ത് മോഹൻലാൽ ബിക്കോസ് ഞാൻ കട്ട് പറയാൻ മറന്നു പോകുന്നുള്ള, ഈസ് ടു ഗുഡ്. അപ്പോ പുള്ളി കണ്ടിരുന്നു പോവായിരുന്നു. ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് ടു വർക്ക് വിത്ത്. അത് കമൽഹാസൻ ഓർ മോഹൻലാൽ എന്ന് പുള്ളിയുടെ ചോദിക്കുന്ന ചോദ്യത്തിന് പുള്ളി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ബിക്കോസ് ബോത്ത് ഓഫ് ദം ആർ ടു ഗുഡ്. അപ്പോ ഇതിന്റെ അകത്ത് അതുപോലെ ഒരുപാട് സീക്വൻസുകളുണ്ട്. മോഹൻലാല് ഇങ്ങനെ എന്താ പറയുന്ന ഐശ്വര്യയെ നോക്കി ഈ ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ ഉണ്ട് സംസാരിക്കുന്നതും, അതിന്റെ അകത്ത് ഡയലോഗ് ഡെലിവറി ഒക്കെ ആണെങ്കിൽ അത് ശരിക്കും പുള്ളി ഒരു മണിരത്നം പടത്തിലെ നായകനെ പോലെ എനിക്ക് തോന്നിയത് കൂടുതലും. റാദർ ദാൻ ബീങ് മോഹൻലാൽ, ആ ഈ ഡയലോഗിൽ ഒരു സ്റ്റക്കാറ്റോ എന്ന് പറയുന്ന ഒരു സ്റ്റൈലുണ്ട് ഈ മണിരത്ന സിനിമകളിലൊക്കെ വരുന്നത്. ഒരു ഗ്യാപ്പിട്ടൊക്കെ ഡയലോഗ് പറയുന്നത്. ഒരു സ്ഥിരം ഒരു ഡ്രമാറ്റിക് സ്റ്റൈൽ ഒന്നുമല്ല, അതിന്റെ ഒരു ഡിഫറൻസ് ഒക്കെ. പക്ഷെ ഇപ്പം അവര് തമ്മിൽ നല്ല പ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഓബ്വിയസ് ഓക്വേർഡ് ആയിട്ടൊന്നും നമുക്ക് തോന്നത്തുമില്ല. ഐശ്വര്യയുടെ ക്യാരക്ടറും പുള്ളി തമ്മിൽ ഈ മറ്റേ നമ്മുടെ ഫേമസ് പാട്ടുണ്ടല്ലോ, മറ്റേ അത്രേ തിങ്കള നിലവിൽ നമ്മുടെ വൈരമുത്തുജി എഴുതിയ പാട്ട്. ആ പാട്ടിന്റെ അകത്താണെങ്കിൽ പോലും പുള്ളി ഇങ്ങനെ ഐശ്വര്യ ഇങ്ങനെ തേങ്ങ മറ്റേ നമ്മുടെ കല്ലിൽ അരയ്ക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പൊ കല്ലിൽ ഇങ്ങനെ അരയ്ക്കുന്ന സീക്വൻസിൽ പുള്ളി കല്ലിന്റെ സൈഡിൽ ഇങ്ങനെ പുള്ളിയും പിടിച്ചിട്ട് ഇങ്ങനെ അരയ്ക്കുന്നുണ്ട്. അപ്പൊ പുള്ളി ആ കൈ മാറ്റി പുള്ളിക്കാരെ കൊഞ്ചിക്കാൻ പോകുന്ന സീക്വൻസിൽ പോലും ഉണ്ടല്ലോ, ആ പാട്ടിന്റെ അകത്തും എങ്ങനെ പുള്ളി അഭിനയിക്കുന്നത് എനിക്കിപ്പോഴും അറിയത്തില്ല. ലൈക് മൈൻഡ് ബ്ലോൺ ആയി പോകുന്ന കുറെ സീക്വൻസ് ഉണ്ട് അങ്ങനെ കുഞ്ഞു അതിന്റെ അകത്ത് ഒരു വേഷം പുള്ളിക്ക് കിട്ടാറാവും എന്നുള്ളൊരു സ്റ്റേറ്റ് വരുമ്പോഴത്തേക്കും പുള്ളിയുടെ പേടിച്ചിട്ട് പുള്ളി എവിടെ ഡയലോഗ് തെറ്റിപ്പോവും. അപ്പൊ പുള്ളിയുടെ കൂടെ ഉള്ള ഒരാള് മറ്റേ പോലീസുകാരന്റെ പോലീസുകാരൻ അല്ല എന്തോ മെയിൻ ആയിട്ടുള്ള റോളായിരുന്നു, പക്ഷെ ഡയലോഗ് ഒന്ന് തെറ്റിപ്പോയതിന്റെ പേരിൽ പിടിച്ച് പോലീസുകാരന്റെ. എന്നിട്ട് അത് മാത്രമല്ല, ഇനി അങ്ങനെ നിൽക്കാനായിട്ട് മടിയാണെങ്കിൽ താടി വെച്ച് നിന്നോളാൻ പറഞ്ഞുകൊണ്ട് താടി വെച്ച് അപ്പൊ പുള്ളി താടി വെച്ച് ഇങ്ങനെ കണ്ണ് തുടയ്ക്കുന്ന സീക്വൻസ് പുള്ളി ഇങ്ങനെ ഇമോഷണൽ ആവുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു സിംഗിൾ ഷോട്ടിൽ എടുത്ത ഒരു സീക്വൻസ് ഉണ്ട്, പുള്ളി ഒരു രാജാവിന്റെ വേഷത്തില് ഡയലോഗ് പറയുന്നത്. പുള്ളി ആ സിനിമയിലൂടെ പുള്ളി സ്റ്റാർ ആക്കി കാണിക്കുന്നത്. അങ്ങനെ ഒരുപാട് മന്ത്രി പദവി ചോദിച്ചോണ്ട് ഇവര് തമ്മിലുള്ള കോൺവെർസേഷന്റെ അകത്തുള്ള ഒരു ഇതുണ്ടല്ലോ. യെസ് അങ്ങനെ ഇപ്പം വേറൊരു സീനുണ്ട്. മോഹൻലാല് ഷൂട്ട് ചെയ്തോണ്ടിരുന്ന പടം മുടങ്ങി പോകുമ്പം തമിഴ് സെൽവനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോ അവരുടെ പാർട്ടി തുടങ്ങി. അപ്പം തമിഴ് സെൽവൻ മേളിലും മോഹൻലാൽ താഴെയാണ് നിൽക്കുന്നത്. അത് ആ സീൻ കാണിക്കുന്നതിനുണ്ടല്ലോ, ഒരാളുടെ വീഴ്ചയും മറ്റൊരാളുടെ ഉയർച്ചയും പോലെ കാണിക്കുന്നതൊക്കെ പിന്നീട് റിവേഴ്സ് ആവുന്നുണ്ടല്ലോ. റിവേഴ്സ് ആവുന്നുണ്ട്. അതും അവിടെ ഒരുപാട് സീൻ ഇപ്പോഴും അതിനകത്ത് തമിഴ് സെൽവൻ പുള്ളിയുടെ കൈ പിടിച്ചുയർത്തി ഇങ്ങനെ മുകളിലേക്ക് കാണിക്കുന്നതും അതൊക്കെ ഭയങ്കര അതാ പറഞ്ഞ സിനിമാറ്റിക് മാർവൽസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്ന പോലത്തെ ഒരു ലൈക്ക് ഫോർ മീ ദാറ്റ് മൂവി സോ ലൈക്ക് ഫിലിം മേക്കിംഗ് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ് കാണിച്ചു തന്ന സിനിമ എനിക്ക് പേഴ്സണലി അത്. സോ ഫോർ മീ ഇറ്റ്സ് ഇരുവർ. ഐ കെൻ കീപ് ഓൺ ടോക്കിംഗ് അബൌട്ട് ദ ഫിലിം, ബട്ട് സാഡ്ലി ലൈക്ക് നിങ്ങൾക്കും പറയാനുള്ളത് I'm really waiting for it. നിങ്ങളുടെ എന്താ ഫേവറേറ്റ് എന്നുള്ളത്. സോ ദിഗംബരൻ ആൻഡ് UDC, like let's come to your films. എന്റെ 3 പടങ്ങൾ ദിഗംബരൻ മോൺസ്റ്റർ എലോൺ, പിന്നെ കൊന്നു പോട്ടിടുവേ ഞാനേ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ക്ലാസിക്സ് പറയാൻ നിർത്തുന്നുണ്ട്. അത് എങ്ങോട്ടാണേലും മാറ്റാം, വേണമെങ്കിൽ എലോൺ ആക്കാം.
യെസ്. എനിക്ക് എനിക്ക് അതായത് ഇപ്പം ക്ലാസിക് എന്ന് പറയുമ്പം എല്ലാവരും പറയുന്ന പടങ്ങള് ഒക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാന് കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പടങ്ങൾ പിടിച്ചാലോ എന്ന് കാര്യം ഇപ്പൊ എനിക്ക് കിരീടം, ചെങ്കോല് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ അങ്ങനെ ഒരുപാട് പടങ്ങൾ ഉണ്ടല്ലോ പുള്ളിയുടെ. അഹം, അമൃതം ഗമയ, അങ്ങനെ ഒരുപാട് പടങ്ങൾ ഉണ്ടല്ലോ മോഹൻലാലിന്റെ പറയാനായിട്ട്. പക്ഷെ എനിക്ക് ഞാൻ നോക്കിയിട്ട് കുറച്ച് എന്താ പറയുന്നത്, ഒരുപാടങ്ങ് പറയാനും പറ്റുമോ എനിക്കറിയില്ല. പക്ഷെ എന്നാലും 3 പറയാം. ഇപ്പം പിൻഗാമി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പടമാണ്. അത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം അത് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. എന്റെ ഫേവറേറ്റ്സിലൊന്നാണത് കേട്ടോ. ഭയങ്കര അതെ സൂപ്പർ ഫിലിമാണ്. അതെങ്ങനെ അത് എന്താ പറയുന്നത്, അത് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയില്ല എന്നുള്ളത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കാര്യം ടിവിയിൽ എപ്പോ വന്നാലും ഞാൻ ഇരുന്ന് കാണുന്ന ഒരു അതെന്താന്നറിയാവോ? പടമാണ് പിൻഗാമി. ഈ കാര്യം ഇത് സത്യനന്ദിക്കാടിന്റെ പടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ആ കഴിഞ്ഞാല് നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതായിരുന്നു മെയിൻ പ്രശ്നം. കാരണം ആൾക്കാര് സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സിനിമയായിരുന്നു ഇത്. ആ അതുകൊണ്ടാണ് കുറെ ഒന്നും വർക്ക് പക്ഷെ ആവില്ല. അത് പക്ഷെ അത് ഇൻക്രെഡിബിൾ പടമായിരുന്നത്. കിണ്ണം വളമായിരുന്നത് അത്. കാര്യം അത് അതിന്റെ എല്ലാം ഭയങ്കര നീറ്റ്ലി ടൈഡപ്പ് ആണ്. കാര്യം ദേവ്ജി അല്ലേ അച്ഛനായിട്ട് വരുന്നേ മോഹൻലാലിന്റെ. ദേവ്ജിയും അതെ അതെ ഷാരൂഖ് അതെ. ദേവ്ജി കൃഷ്ണല്ലേ. ഇതിനകത്തിലും ദേവ്ജിക്കൊപ്പം ഡെഡ് ആവും. അതും ഓ കത്തിയാണ് ദേവ്ജി മരിക്കുന്നത്. കഷ്ടമുണ്ട്. ദേവ്ജി ഉണ്ടാവും. പക്ഷെ തിലകൻ അത് അവരെ കാണുന്നു. ആ അപ്പൊ ആ തിലകന്റെ അതായത് ഇവര് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. മീൻസ് മോഹൻലാലിന് തിലകനെ അറിയത്തില്ല. പക്ഷെ എന്നിട്ടും കുമാരേട്ടന് വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ അന്വേഷിക്കുന്നു. കുമാരേട്ടന്റെ മോളെ കാണുന്നു. അതൊക്കെ ഒരു ഭയങ്കര ആ, ഒരു അതെ അതെ എനിക്ക് അതെ. ഭയങ്കര എനിക്കുണ്ടല്ലോ ഈ മോളെ തുപ്പാക്കി ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് കഴിയുമ്പോ ഇൻസ്പയർഡ് ഇവര് ആയിരിക്കും ചിലപ്പോ. രണ്ടുപേരും കൂടെ അല്ല ഇവർ ആ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടല്ലോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് കണ്ടോണ്ടിരിക്കാൻ. ആ. മറ്റേ ഇവിടെ ഇത് പോകുമ്പോഴാണോ മറ്റേ അല്ല മോളെ മറ്റേ അന്വേഷിച്ച് ആ, പോകുമ്പോഴത്തേക്ക് പോയിട്ട് നീ കണ്ടുപിടിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാൻ തട്ടുന്ന കണ്ടുപിടിച്ചല്ലോ. ഒരു ആ സീൻ ഉണ്ടല്ലോ. അത് ഭയങ്കര രസമാണ്. ഇതേപോലെ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം മെൻഷൻ ചെയ്യാൻ തോന്നിയ, ഈ സത്യനന്ദിക്കാട് ഇതുപോലെ തന്നെ 2 ഡയറിങ് സംഭവങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന് പിൻഗാമി, പിന്നെ കളിക്കളം മമ്മൂട്ടിയെ വെച്ച്. പുള്ളിയല്ലേടാ? കളിക്കളം പുള്ളിയാണ്, പക്ഷെ മമ്മൂട്ടിയെ വെച്ചൊരു ഡയറിങ് സാധനം ചെയ്തിട്ടുണ്ട്, ഒരാൾ മാത്രം എന്ന് പറഞ്ഞ സിനിമ. അത് ഞാൻ കണ്ടിട്ടില്ല. അതറിയോ നിങ്ങള്? അതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ തിലകൻ ആ നെയ്ബർ. തിലകന് 2 പെൺമക്കളുണ്ട്. തിലകനെ ഒരു ദിവസം കാണാതെ പോകും. എന്നിട്ട് മമ്മൂട്ടി ഒരു കോൺട്രാക്ടറാ, മമ്മൂട്ടി ഇയാളുടെ നെയ്ബറായിട്ട് വരുന്നത്. അത് ഇതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സിനിമ, ഒരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ട് അവസാനം. അതും ഈ പറഞ്ഞ പോലെ തിലകൻ ഇങ്ങനെ മിസ്സിംഗ് സ്റ്റാറാ, കാണാതെ പോലെ ഡെഡ് സ്റ്റാർ പോലെ ഒരു ചെറിയ സെറ്റപ്പ് പക്ഷെ പറഞ്ഞു എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പടം. പിന്നെ മറ്റേ വിക്രമൻ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ പൂച്ചക്കണ്ണുള്ള വില്ലനൊക്കെ ഉണ്ടല്ലോ. അതെ അയാളൊക്കെ അതെ. അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുമില്ല. അപ്പം അങ്ങനത്തെ നല്ലൊരു പടമാണ്. ഇന്നസെന്റ് ഒക്കെ ആയിട്ടുള്ള മറ്റേ കോമഡി ഒക്കെ നല്ലതാണ്. മറ്റേ കഴുത്തില് പട്ടീനെ പോലെ ചെയ്തിട്ടിട്ട് കുരയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടം. മുതല ആ സംഭവമൊക്കെ. ഇപ്പൊ പിൻഗാമിയാണ് ഒരു പടം. പിൻഗാമി. പിന്നെ അതിൻ്റെ അകത്ത് പാട്ടുകളും ഒക്കെ അത്യാവശ്യം നല്ല പാട്ടുകളുണ്ട്. ഇപ്പം നോക്കിയാൽ നല്ലതാണ്. വെണ്ണിലാവോ പിന്നെ ചന്ദനമോ, ദേവ്ജിയുടെ ക്യൂട്ട് സോങ്. ക്യൂട്ട് സോങ്. ദേവ്ജി പിന്നെ എല്ലാത്തിനും ക്യൂട്ടിയാവുന്ന ഉപരിയായിട്ട് സോങ്. എന്ത് ദേവ്ജി ഉണ്ട്. ദേവ്ജി ലാലേട്ടന്റെ അച്ഛനായിട്ട് വരുന്നത്. അതെ. അങ്ങനെയൊക്കെ എന്താ നമുക്ക് അങ്ങനെ മോനെ, കാണാൻ പറ്റില്ലല്ലോ. അച്ഛനോടാണോ? അച്ഛനോടാണ് ഇങ്ങനെയൊക്കെ. ദേവ്ജി ഡെഡ് ആയി പോയി, സാരമില്ല. അപ്പൊ സ്വാഭാവികം. പിൻഗാമി ഒന്ന്. പിന്നെ ഉള്ളത് ഒരു യാത്രാമൊഴി. നമ്മുടെ ശിവാജി ഗണേശൻ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രഭുവിന്റെ കക്കാല കണ്ണമ്മ ആ കൺവീഴ്ചി പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എന്റെ ഫേവറേറ്റ് ആണ് പാട്ട്. അതൊരു നല്ലൊരു പടമാണ്. നല്ല ഭയങ്കര രസമാണ്. അടിപൊളി പടമാട്ടോ. അത് ഭയങ്കര ഉം. അണ്ടർ റേറ്റഡ് ആണ് ആ സിനിമ. അതും നല്ലൊരു ചിത്രമാണ്. അതുപോലെ പിന്നെ തന്നെ നല്ല അച്ഛൻ. പാട്ടുകളാ ഇളയരാജയുടെ. എല്ലാം നല്ല പാട്ടുകളാണ്. പിന്നെ അവരുടെ ആ കോംബോ, ശിവാജി ഗണേശൻ മോഹൻലാൽ കോംബോ പൊളിയാണ്. ഭയങ്കര നൈസാണ്. അവര് പൊളിയാണ്. നമ്മൾ ഭയങ്കര ഒരിക്കലും കെമിസ്ട്രി ആണ് അവര്. പ്രതീക്ഷിക്കാത്ത അതെ. 2 ലെജൻസ് അത്. നമ്മൾ ഒരിക്കലും ആ വിചാരിക്കുന്നില്ല അങ്ങനെ 2 പേരും ഒരുമിച്ച് എന്നുള്ള. പുള്ളിയുടെ പിന്നെ മോനുമായിട്ട് പുള്ളി ചെയ്ത വേറൊരു പടമുണ്ട്. അതും കിണ്ണം പടമാണ്, കാലാപ്പാനി. അതായത് മോഹൻലാലും പ്രഭുവായിട്ടുള്ള പടം. പക്ഷെ പക്ഷെ ഇത് കാലാപാനിക്ക് കുറെ കോൺട്രവേഴ്സീസ് ഉണ്ട് കേട്ടോ. ഉണ്ട്. ശരിയാണ്. അത് മറ്റേ പക്ഷെ ഇച്ചിരി വെള്ളം ഒഴിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ
പക്ഷെ അപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ ഒരു പടം ഇപ്പൊ അങ്ങനെ അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പടമാണ്. നമ്മുടെ ഇത് ഈ ഒരു യാത്രാ മൊഴി. പക്ഷെ പിന്നെ ഞാൻ കേട്ടെ കാലാപാലയുടെ കാര്യം പറഞ്ഞോണ്ട് പറയാം. പക്ഷെ എനിക്ക് ആ ഫ്രീഡം സ്ട്രഗിൾ പടങ്ങളിൽ ഞാൻ ഇന്ത്യയിൽ കണ്ടിരിക്കുന്ന എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് എന്റെ ഉള്ളിൽ തറച്ചു കയറിയ സിനിമകളിൽ അതിന്റെ അകത്തെ ഇമോഷണൽ മൂവ്മെന്റ്സ് അത് പക്ഷേ കാലാപാനിക്കുണ്ടാവും. ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇന്നാക്യുറേറ്റ് ആയിട്ടുള്ള പടമാണ്. അതാണ് അതിന്റെ അതിലെ കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. അതാണ് അല്ല അത് എഴുതി പിടിപ്പിച്ച കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെ അകത്ത് ഒരുപാട് സീനുകളുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നുന്നു. അതെ 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 അതെ. തീർച്ചയായിട്ടും. അപ്പൊ ഇത് യാത്രാമൊഴി. പിന്നെ അടുത്ത പടം എന്ന് പറയുന്നത് ഉത്സവപ്പിറ്റേന്ന്. അതിന്റെ എൻഡിങ് ഇച്ചിരി ഭീകരമായിട്ടുള്ള ഒരു എൻഡിങ് ആണ് ഇതിന്റെ. അയ്യോ, ഇത് ലിജോ പറഞ്ഞ പടമല്ലേ? അതെ അതെ അതെ. പിള്ളേരെ മറ്റേ മാജിക് ട്രിക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഡാർക്ക് ആയിട്ടുള്ള ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള അത് ഭരത് ഗോപിയാണ് അതിന്റെ ഡയറക്ടർ. നമ്മുടെ വിഷയം പടം അത്. ഞാൻ അതിന്റെ എൻഡിങ് കണ്ടിട്ടാണ് ആ പടത്തിന് കാണാൻ പോയത്. അതായത് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലേ ഇങ്ങനെ റീൽസ് ഇങ്ങനെ കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സാധനം കണ്ടു. അതായത് പുള്ളി ഇങ്ങനെ പിള്ളേരുടെ അടുത്ത് മാജിക് ട്രിക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കിളി പോയത്. മോഹൻലാല് പിള്ളേരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇങ്ങനത്തെ വിഷയം പടങ്ങളുണ്ട്. സതയത്തിനെ പറ്റി ഞാൻ പറയുന്നത് എനിക്ക് ഉണ്ണികളെ ഒരു കഥ പറയാം. പിള്ളേരെ എല്ലാം ഡിസ്റ്റർബ് ചെയ്യുന്ന എനിക്ക് പക്ഷെ സതയം നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ മറ്റേ ലാലേട്ടൻ ക്യാരക്ടറായിട്ട് മാറുന്ന പടങ്ങൾ. സതയം അങ്ങനത്തെ ഒരു പടം. സതയുണ്ട്, അഹം. അതാ പറഞ്ഞു. പറയാനാണെങ്കിൽ ക്ലാസിക്സ് ഇങ്ങനെ നമുക്ക് ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പം ഇതിലെ ഈ മൂന്നെണ്ണമാണ് എനിക്ക് ഈ ഉത്സവപ്പിറ്റേന്നും പിന്നെ മറ്റേ യാത്രാമൊഴിക്ക് വേറൊരു ഇതുകൂടെ ഉണ്ട്. അതിന്റെ രണ്ടിന്റെയും സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് ജോൺ പോൾ ആണ്. ജോൺ പോൾ ആണ് നമ്മുടെ ഗാങ്സ്റ്ററിന്റെ അകത്ത് വില്ലനായിട്ട് വന്നതാണ്. ഗാങ്സ്റ്റർ ഒരു വട്ടം കണ്ടതിന്റെ ആഘാതം ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല. നിന്റെ മരണം നീ എന്ന് ഓർത്തിരിക്കണം. കിണ്ണണ്ടായില്ലേ കുഞ്ചനൊക്കെ. അപ്പൊ എനിക്ക് ഈ 3 പടങ്ങളാണ്. കാര്യം ഞാനിങ്ങനെ ആലോചിച്ചേ ഏതൊക്കെ പടങ്ങളാണ് പറയുന്നത്. ഇപ്പം ഒരുപാട് പടങ്ങൾ ഉണ്ടല്ലോ ഇത് പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ ഓർത്തിരുന്ന് പറയാനും മാത്രമേ. ഇപ്പൊ സതയൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആൾക്കാര് എന്താ പറയുന്നത് പറയുന്ന ഒരു ഇപ്പൊ പിൻഗാമി ആൾക്കാര് പറയുന്ന ഒരു സാധനമാണ്. പക്ഷെ എന്നാലും ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പടങ്ങളാണല്ലോ ഈ 3 നമുക്കിങ്ങനെ ഒരു വേറൊരു ട്വിസ്റ്റ് പറയട്ടെ. ഈ പടത്തെ മണിരത്നത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് മലയാളം പടം ഏതാ പറയാ? മോഹൻലാലിന്റെ മൊത്തത്തില് ഏതാ? കിലുക്കം. നല്ല പടമല്ലേ? പൊളി പടമല്ലേ അത്? എനിക്ക് ഭയങ്കര പക്ഷേ മണിരത്നത്തിന് മണിരത്നം പറഞ്ഞതിന്റെ റീസൺ എന്താ പറയാ? മണിരത്നം പറഞ്ഞു ആ പടം ഭയങ്കര ബ്രില്യൻസ് ഉണ്ട് ആ പടത്തിന്റെ ഉള്ളിൽ. കാരണം ആരും വിശ്വസിക്കാത്ത ഒരു കഥ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് കൺവിൻസ് ചെയ്ത് ആ പടം പടത്തിന്റെ കഥ. അല്ല അത് പക്ഷെ ഇപ്പൊ ഈ പ്രിയദർശൻ പടങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഇപ്പൊ വെട്ടത്തിന്റെ അകത്തൊക്കെ ഉണ്ടാകുന്ന കാക്കക്കുയിൽ എടുത്തു കഴിഞ്ഞാലേ അതിന്റെ അകത്ത് ഉണ്ടാകുന്ന ഓരോ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ എങ്ങനെ എഴുതി പിടിപ്പിക്കുന്നു നമ്മൾ അങ്ങനെ ആലോചിക്കുന്നില്ലേ? എടാ അത് കാക്കക്കോയില് മാത്രമല്ല, ചന്ദ്രലേഖ, ഈ തട്ടിപ്പ് പടങ്ങളുണ്ട് കുറെ. ഇവരെന്തെങ്കിലും തട്ടിപ്പിന് വേണ്ടി ചെയ്യുന്ന കുറെ സിനിമകളുണ്ട്. പക്ഷെ എനിക്ക് ചിത്രമായിരിക്കും ആ കൂട്ടത്തിൽ ചിത്രമാണ് ഭേദം തോന്നുന്നു. പിന്നെ ഒന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓക്കെ ആണെന്ന് പറയാം വേണമെങ്കിൽ. കാരണം അതിനകത്തില് എനിക്ക് അമ്മായിപ്പൻ ക്യാരക്ടറിനെയൊക്കെ ഇഷ്ടമാണ്. അത്യാവശ്യം പൊളിയാണ്. അല്ല പടം നല്ലതാണ്. ഞാൻ പറഞ്ഞ വിശ്വസനീയമായിട്ടുള്ള പടം എന്നുള്ള രീതിയിലാണ്. അല്ല കുറച്ചുകൂടെ ഇപ്പൊ ഇതിന്റെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് പക്ഷെ ഇപ്പൊ എന്തുമാത്രം കൺഫ്യൂഷൻ ആണ് ഈ പടത്തിന്റെ അകത്തൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ അതിങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇപ്പൊ കാക്കക്കുഴിനകത്തൊക്കെ ഇപ്പൊ കിലുക്കം പറയുമ്പോ ഇല്ലേ, കിലുക്കവും പിന്നാരും ഒക്കെ മറ്റേ നമ്മുടെ ടെംപ്ലേറ്റ് വേണുനാഗവള്ളി തിങ്സ് ആണ്. മറ്റേ ഈ ജാരസന്തതി അതിൽ നിന്നുണ്ടാവുന്ന കുട്ടി. അതറിയാലോ. അങ്ങനത്തെ സംഭവങ്ങൾ വന്ന ഉറപ്പായിട്ട് വേണുനാഗവള്ളിയാണ് അതിന്റെ പുറകിൽ ചിന്തിച്ചത്.
പുള്ളിയാണ് അതിന്റെ മെയിൻ ആള്. പുള്ളി ഒരു പഴയ ഡിപ്രഷൻ എന്ന് പറയുന്നത് പണ്ട് വാക്ക് കണ്ടുപിടിക്കുന്നതിന് മുന്നേ വേണുനാഗവള്ളി നമ്മൾ പറഞ്ഞോണ്ടിരുന്നു. അതെ അതെ അതെ. അപ്പൊ കമ്മിങ് Yes. ബാക്ക് ടു അവർ പോയിന്റ്, സോ ആ, ദിഗംബറിന്റെ ഇതാണ് അപ്പൊ 3 ഇതൊക്കെ ഫേവറേറ്റ്. ഇതാണ് ഇപ്പൊ എന്റെ 3. ഇപ്പം വേറെ പറയാൻ പോയി കഴിഞ്ഞാല് ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും ഒരുപാടുണ്ട്. ഈ 3 ഈ 3 ഞാനിപ്പോ തൽക്കാലത്തേക്ക് എടുത്തേക്കുന്നത്. അത് ഉത്സവ പിറ്റേന്നൊക്കെ ഉണ്ടല്ലോ, നമുക്കത് അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോഴേ ഇച്ചിരി കണ്ടോണ്ടിരിക്കാൻ തന്നെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യം പുള്ളിയുടെ ആ ഒരു പാടാ. അവസ്ഥയൊക്കെ ഭയങ്കര ഡാർക്കാ. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഭയങ്കര പടമാണ്. ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ പ്രത്യേകിച്ച് അതുകൊണ്ട് അതിന്റെ അങ്ങനെ മോഹൻലാലിന്റെ കുറെ എൻഡിങ് സിനിമകൾ എനിക്ക് പഴയതുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പിള്ളേരെ ഫോർ ഈ ലൈഫ് പുള്ളി സ്കാർ ചെയ്ത് ആ. വെച്ചിരിക്കുന്നത്. അത് പിള്ളേരെ ഇപ്പൊ മാത്രല്ല, കാണുന്നവനും സ്കാർഡാവും. എന്ത് പണ്ടാരാ കാണിക്കുന്നു ഈ മാവിന്റെ മണ്ടൊക്കെ കയറിയിട്ട്. ഉത്സവപ്പിറ്റേന്ന് പോലെ തന്നെ ഒരു മെൻഷൻ ചെയ്യേണ്ട ഒരു സിനിമയാണ്, ഭയങ്കര കഥയുള്ള ഒരു സിനിമയുണ്ട്, നമ്മുടെ വഴിയോര കാഴ്ചകൾ. ആ അത് അത് ഇങ്ങനെ മറ്റേ മോഹൻലാലിന്റെ ഭാര്യയ്ക്ക് മറ്റേ സുരേഷ് ഗോപിയായിട്ട് അവിഹിത ബന്ധമൊക്കെ ഉള്ളത് കണ്ടുപിടിക്കുന്നത്, ആ അങ്ങനെ ഓ ചെയ്യുന്നത് ആ ഭയങ്കര ആ വിഷയം പടമായിരുന്നു. അത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയി സിനിമ. എനിക്കറിയത്തില്ല അന്ന് ഹിറ്റ് മറ്റേതും ആയിരുന്നു, പക്ഷെ എന്താണ് പഞ്ചാഗ്നി ഇതുപോലത്തെ ഒരു ഡാർക്ക് പഞ്ചാഗ്നി. പടം. ഓഫ് എന്റെ അമ്മേ. പഞ്ചാഗ്നി പക്ഷെ അതൊരു ഇറ്റ്സ് നോട്ട് എ മോഹൻലാൽ ഫിലിം, ഇറ്റ്സ് എ ഗീത ഫിലിം. ഇറ്റ്സ് മോർ ഓഫ് ആ ആ ആ എന്താ പറയുക, പക്ഷെ അതിനകത്ത് ദേവ്ജി ഉണ്ട് കേട്ടോ. ദേവ്ജി അവരുടെ ആരായിരുന്നു? ആ കൂട്ടുകാരിയുടെ ഭർത്താവായിട്ടാണ്. ആരായിരുന്നു ദേവ്ജി കൂട്ടുകാരുടെ അതിനകത്തില്? ഭർത്താവ് അങ്ങനെ വേണ്ട, ദേവ്ജി ഇത്തിരി റോങ് അതിനകത്ത്, റോങ് കുറച്ച് ആയിട്ടുള്ള പ്രശ്നം. അത് സ്വാഭാവികം. ഇന്നൊരു സംഭവം ഉണ്ട്. ഇന്ന് ഞാൻ കിങ് കണ്ടോണ്ടിരുന്നപ്പോ എന്റെ അടുത്ത് അപ്പം പറയും, എന്നാ ഒരു നാണാന്ന്, മറ്റേ കമ്മീഷണർ ശങ്കറിന്റെ സീൻ കാണിക്കുമ്പോ ലെജൻഡാ ആ പുള്ളി. എന്റെ അപ്പന്റെ ഉള്ളിൽ ഒരു ദേവ്ജി ഫാൻ ഉണ്ടെന്ന് ഞാൻ ഇന്ന് റിയലൈസ് ചെയ്തു. എടാ സ്രാവൊക്കെ കാണിക്കടാ. പേട്രിയോട്ടിക് ആയിട്ടുള്ള ദേവ്ജിയെ കണ്ടിട്ടില്ല. പക്ഷെ ജോക്കിങ് എന്റെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സിൽ ഒന്നാണ് കമ്മീഷണർ ശങ്കറും പിന്നെ മറ്റേ മഹേഷ് നായർ എന്ന് പറഞ്ഞ ഏകലവ്യന്റെ അകത്ത് വരുന്നത്. നാക്കൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് മറ്റേ റോയൽ FIR-നകത്തിലും ഉണ്ടല്ലോ. FIR-നകത്ത് മറ്റേ പശുവിന്റെ ഇടയ്ക്ക് കിടന്ന് വിരകുന്ന ഗിരിധർ ബർവ. ഗിരിധർ ഏതോ അല്ല മറ്റേ ഈ രുദ്രാക്ഷം അല്ലേ മറ്റേ സുരേഷ് ഗോപിയുടെ പടം, അതിന്റെ അകത്ത് പുള്ളി ഒരു പിംപിലോടായിട്ട് വരുന്നുണ്ടല്ലോ. ഏകലവിന്റെ അകത്താ പിമ്പായിട്ട് വരുന്ന, മറ്റേ നാക്ക് കടിച്ചു മുറിച്ചിട്ട് രക്ഷപ്പെടുന്ന ആള്. അല്ല ഇതിന്റെ അകത്ത് അതുപോലെയല്ലേ, പുള്ളിയല്ലേ അവരുടെ ബോസ്, മറ്റേ അവളെ കൊണ്ടുപോയിട്ട്. ദേവ്ജിയുടെ കാര്യം പറയുകയാണെങ്കിൽ വേണേ അങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യായിരുന്നു. ദേവ്ജിയുടെ ഫേവറേറ്റ് ദേവ്ജി സിനിമ നാടുവാഴികളിനകത്ത് ദേവ്ജി റോങ്. അങ്ങനത്തെ കുറച്ച് പടങ്ങളുണ്ട്. ഓക്കെ ലെറ്റ്സ് നോട്ട് ഡൈവേർട്ട്, ലെറ്റ്സ് കം ബാക്ക് ടു അവർ പോയിന്റ്. അപ്പൊ ദിഗംബറിന്റെ അതാണ്. ഇനി കുമാരിയിലേക്ക് പോകണം. കുമാരിക്ക് ഫേവറേറ്റ് ഉണ്ടോ? കുമാരിയാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ലാലേട്ടൻ ഫാൻ. ആസ്ഥാന ലാലേട്ടൻ ഫാനാണ്. പക്ഷെ അവള് അലക്സാണ്ടർ ദ ഗ്രേറ്റ് കാണില്ല, കോളേജ് കുമാരൻ കാണില്ല. കണ്ടിട്ടില്ല, കാണാൻ ഇഷ്ടമല്ലെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാണില്ല, വീണ്ടും കാണില്ല. എന്നെ പോലുള്ളവർ എനിക്ക് എന്റെ ലാലേട്ടനെ ടീം ചെയ്യുന്ന ഒരു കാര്യം കാണാൻ ഇഷ്ടമല്ല, ഓർക്കാൻ ഇഷ്ടമല്ല. കിണ്ണം പടമല്ലേ അതൊക്കെ. ഈ ഹരിഹരൻ പിള്ള ഹാപ്പി ആണെന്ന് പറഞ്ഞ സിനിമയെ പറ്റി എന്താ അഭിപ്രായം? അത് ഞാൻ പണ്ട് കോമഡിക്ക് വേണ്ടി ഞാൻ കാണാറുണ്ട്. അതെ മറ്റേ ജഗതിയുടെ മറ്റേ സാധനം ഉണ്ടല്ലോ, കട്ടില് പണിയുന്നു, മറ്റേ തൂണിന് വെച്ചിട്ട് പടുത്ത് എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ലല്ലോ. അത് അടിപൊളിയാണ്. പക്ഷെ എന്താ ഒരു സുഖമില്ല പടത്തില്, എന്താന്നറിയാൻ പാടില്ല. ഒരു പറയാം. എന്റേത് പറയുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് എനിക്ക് ഏത് പടം പിക്ക് ചെയ്യണമെന്ന് അറിയത്തില്ല. നമുക്ക് ഒത്തിരി ട്രീറ്റുകൾ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കുമ്പോൾ നമുക്ക് ഏതിൽ പിക്ക് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയുണ്ടല്ലോ, വല്ലാത്തൊരവസ്ഥയാണത്. എന്തൊരു ദ്രാവിഡാണിത് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നീ ഫ്ലാഷ് പിക്ക്
ഇടിക്കും ഞാനാണെങ്കിൽ എൻ്റെ ആ ഒരു ഫാൻ എന്താണ് ഹൃദയം കാരണം പോയിട്ട് ഞാൻ അലോണും എന്താണ് മോൺസ്റ്ററും വിസ്മയത്തുമ്പത്ത് ആറാട്ടും എല്ലാം പോയി കണ്ടോ വയ്യാതായി. മിസ്റ്റർ ലോക് ഫ്രോഡ് പാൽ ഇല്ലേ? ലോക് പാൽ മിസ്റ്റർ ഫ്രോഡ് ലോക്പാൽ, എല്ലോ പെരിച്ചാഴി, നീരാളിയുണ്ട്. നീരാളി, ജിഗ്സ്, ഡ്രാമ പിന്നെ കനൽ എന്ന് കാണിച്ചിട്ടുണ്ടോ പറഞ്ഞ ഇതില്? സിനിമ ഉണ്ട്. കനൽ കനൽ ഓ കടൽ, എന്റെ ഫേവറേറ്റ്. കനലല്ലേ കനലുണ്ട്. മറ്റേ ട്രക്കേ പോകുന്ന സാധനം, മറ്റേ അനൂപ് മേനോന്റെ കൂടെ. ലാലേട്ടൻ ആ ലൈറ്റിന്റെ കൂടെ. ആ. അത് മറ്റേ മറ്റേ പുള്ളി പിന്നെ ബിഗ് ബ്രദർ ഉണ്ട്, മറ്റേ നൈറ്റ് വിഷൻ ഓ, പവർ ഉള്ള നൈറ്റ് വിഷൻ ഉള്ള അത് പക്ഷെ ലേഡീസ് ആൻഡ് ആൾക്കാർ എനിക്ക് അങ്ങോട്ട് ജെന്റിൽമാൻ. മനസ്സിലാകുന്നില്ല. അതെന്താ ഇപ്പം 8 കടിച്ചിട്ട് സ്പൈഡർമാന് പവർ കിട്ടുമെങ്കിൽ ഇരുട്ടത്തിരുന്ന് മറ്റേ സച്ചിദാനന്ദന് എന്തുകൊണ്ട് ഇരുട്ടത്ത് കണ്ണ് കാണുന്നത്? അത് ലോജിക്കലല്ലേ? ലോജിക്കല തിങ്ക് പണ്ണുங்க സാർ, നല്ലതല്ലേ? എനിക്ക് ഇഷ്ടം. നമ്മൾ അതെ, വിഷയത്തിൽ നിന്ന് എനിക്ക് ജോ മാറുന്നു. ആ ധർമ്മേന്ദ്ര തന്നെ അതെ അതെ ധർമ്മേന്ദ്രൻ അതെ ജോക്സ് അപ്പാർട്ട്. അപ്പൊ എനിക്ക് എന്താണ് നമ്മളപ്പോ ഒത്തിരി പടങ്ങളുണ്ടല്ലോ, എന്താണ് നമുക്ക് ഇപ്പൊ ഞങ്ങൾ ഓൾറെഡി ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ മണിച്ചിത്രത്താഴിലുള്ള ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ മുകളിൽ എവിടെയെങ്കിലും ടാഗ് ചെയ്യാം. ആ പടം തൊട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ മെമ്മറിയിൽ ഏറ്റവും കൂടുതൽ കണ്ട പടങ്ങളിലൊന്നാണ് ഈ ആ മണിച്ചിത്രത്താഴും മറ്റേ നമ്മുടെ അയാൾ കഥ എഴുതുകയാണ്, ആറാം തമ്പുരാൻ, കിലുക്കം, മിന്നാരം, ചിത്രം, അങ്ങനെയുള്ള ഒത്തിരി പടങ്ങളുണ്ട്. അപ്പം എനിക്കത് മൂന്നെണ്ണം പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ എന്താ പറയുന്നത്, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറിനോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു റെസ്പെക്റ്റും സ്നേഹവും എന്താണ് ആരാധനയും തോന്നിയ ഒരു പടത്തിൽ നിന്ന് തുടങ്ങാം. ഇതൊരു റാങ്കിങ്ങോ ഒന്നുമല്ല. ഞാനിങ്ങനെ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പടത്തിൽ നിന്ന് തുടങ്ങാം. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അത് ഭയങ്കര ഒട്ടും പോപ്പുലർ ആയിട്ടുള്ള ഒരു അഭിപ്രായം ആയിരിക്കത്തില്ല. എൻ്റെ ഫസ്റ്റ് പടം വാനപ്രസ്ഥമാണ്. ഞങ്ങൾക്കിത് പഠിക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ MA പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് വാനപ്രസ്ഥം കീറിമുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു, ഫിലിം തിയറിക്കകത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര എന്താ പറയുന്ന ഈ പറഞ്ഞ പോലെ ഒരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു പടമാണത്. അതിൻ്റെ കൂടെ അത് ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു വേൾഡ് പടമാണ്. ക്ലാസ് ആണ്, അത് വേൾഡ് ക്ലാസ് ആ സിനിമ. ഭയങ്കര ഒരു രക്ഷയില്ല. അത് നമ്മുടെ അതിന്റെ ബ്ലാക്ക് സ്വാൻ അതെ 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 ഒരു ബ്ലാക്ക് സ്വാൻ ആക്ച്വലി തരത്തിലുള്ള ഒരു സാധനമാണ്. ആക്ച്വലി ബ്ലാക്ക് സ്വാൻ ഹോളിവുഡിന്റെ വാനപ്രസ്ഥമാണെന്നാണ് പറയുന്നത് കറക്റ്റ്. കാരണം വി ആർ ഈക്വൽ ടു നമ്മൾക്കിപ്പം നമ്മള് മലയാള സിനിമ എന്ന് പറയുന്നത് ഇപ്പം എന്നല്ല എപ്പോഴും നെക്സ്റ്റ് ലെവൽ തന്നെയായിരുന്നു. അത് റിയലൈസ് ചെയ്തില്ല എന്നുള്ള ഒരു വ്യത്യാസം. അല്ല, റെവനന്റിനെക്കാളും കിടിലമാണ് നമ്മുടെ റെവനന്റ്. നമ്മുടെ മോഹൻലാലിന്റെ. അതെ അതെ കരടിയില്ലെന്നേ ഉള്ളു, പക്ഷേ അതെ 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 കിടിലം പടമാണ്. യെസ്. അപ്പോ വാനപ്രസ്ഥത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് കാര്യം അതില് കഥകളിയാണ് അതിനകത്തില് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഇപ്പം രാജശില്പിക്കകത്തില് മോഹൻലാൽ ഡാൻസ് ചെയ്യുന്നുണ്ട്, അത് താണ്ഡവമാണ്. അത് അദ്ദേഹം പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. ഇതിനകത്തിൽ എൻ്റെ 3ന്റെ അകത്തിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ഒരു പടമായിരുന്നു. പക്ഷെ അത് പോട്ടെ, അത് എന്താണെങ്കിലും എൻ്റെ സ്പെഷ്യൽ മെൻഷൻസിലുള്ള ഡാൻസ് ഭയങ്കര സൂപ്പറായിട്ട് ചെയ്ത ഒരു പടമാണ്. അതുപോലെ നമുക്ക് വേറൊരു പടമുണ്ട്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, നമ്മുടെ മോനിഷ ഉള്ള ഒരു പടമാണ്, മോനിഷ വിനീതും ഉള്ള ഒരു പടമുണ്ട്. മോഹൻലാലിന്റെ ഡാൻസറായിട്ടുള്ള പാർവതിയാണ് വൈഫ്. പാർവതി കമലദളം. അതെ അതെ കമലദളം. അപ്പൊ അങ്ങനെ മോഹൻലാലൊരു ഡാൻസ് അതെ അതെ കൊല്ലുന്നത് ഫാൻറ്റയില് കോളയിലല്ല. അപ്പം എന്താണ് അപ്പൊ അങ്ങനെ ഡാൻസ് നമുക്കൊരു അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരാൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു സാധനമാണ് ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ. കുറച്ച് പ്രാക്ടീസിന്റെ കാര്യമേ ഉള്ളൂ. മോഹൻലാൽ അത് ഓൾറെഡി ചെയ്തിട്ടുമുണ്ട്. ബട്ട് അവൻ ആടി എന്നാണ് അത് യെസ്, അതിനകത്തില് മറ്റേ കമലദളത്തിലെ ഒരു ഡയലോഗാണ്. യെസ്. അപ്പോ വാനപ്രസ്ഥത്തിനകത്തിലെ കാര്യം എന്ന് പറയുന്നത് കഥകളിയാണ്. അത് ഭയങ്കര ഡിഫിക്കൾട്ടാണ് അത് ചെയ്യാൻ, ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരാൾക്ക് അത് പഠിച്ച് ചെയ്യാൻ വർഷങ്ങൾ എടുക്കുന്ന ഒരു കാര്യമാണ്. അതും പ്രത്യേകിച്ച് അത് നമ്മുടെ മുഖത്താണ് അത് കൂടുതൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം റിഫ്ലക്ട് ചെയ്യുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻസ്, സ്റ്റോറി ടെല്ലിംഗ് എല്ലാം ഫേഷ്യൽ മസിൽസ് വെച്ചിട്ട് പറയുന്ന ഒരു
ജിങ്സ് പറയുന്ന ഒരു ടൈപ്പ് ആർട്ട് ഫോമാണ്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അത്. ഞാൻ ഇതിനു വേണ്ടി, അതായത് പഠിത്തം ബേസ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതിനുവേണ്ടി ഞാനിങ്ങനെ കഥകളി ആർട്ടിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നത് ഞാനിങ്ങനെ പോയിട്ട് റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻ എ വേ ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാൻസ് ഫോം ഇത്രയും ഷോർട്ട് ടൈം പീരീഡിൽ പഠിച്ചെടുക്കുക എന്നുള്ളത് കമൻറ്റബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിട്ടും ചില ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. അതിലെ സീൻസ് എല്ലാം എന്താണ് അദ്ദേഹം അഭിനയിച്ചെല്ലാം ഡാൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കഥകളി കളിച്ചിട്ടുണ്ട് പ്രോപ്പറായിട്ട്. അതായത് ഇതിനകത്തിലെ മെയിൻ ക്യാരക്ടർ, നമ്മുടെ സുഹാസിനിയുടെ ക്യാരക്ടർ വന്നിട്ട് ആദ്യം മോഹൻലാലിന്റെ അതായത് കുഞ്ഞിക്കണ്ണൻ എന്നാന്ന് തോന്നുന്നു പുള്ളിയുടെ ക്യാരക്ടർ, കുഞ്ഞിക്കുട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആദ്യം പൂതന വധം ചെയ്യുന്ന സമയത്ത് ആ പൂതനയുടെ ക്യാരക്ടർ ചെയ്യുന്നതാണ് ആദ്യം കാണുന്നത്. പക്ഷെ പിന്നീട് അർജുനന്റെ, മഹാഭാരതത്തിലെ അർജുനന്റെ ക്യാരക്ടർ ചെയ്യുന്നത് കണ്ട് ആ ക്യാരക്ടറിനോട് സ്നേഹം തോന്നി, ക്യാരക്ടറുമായിട്ടൊരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയി. അവരുടെ സുഹാസിനിയുടെ ഈ മൂവിയിലെ പേര് സുഭദ്ര എന്നാണ്. അപ്പോൾ അതിനകത്തിൽ ആ ഒരു അർജുനൻ സുഭദ്ര കോംബോ വരികയും അവരുടെ ഉണ്ടാവുന്ന കൊച്ചിന് എന്താണ് അഭിമന്യു എന്ന് പേരിടുകയും അങ്ങനെ അതൊരു ഫുള്ളി ഒരു എന്താ പറയുന്ന ഒരു പുള്ളിക്കാരി ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ്, അല്ല ഒരു ഹൈ കാസ്റ്റ് ഫാമിലി എന്നുള്ള ആണ് പുള്ളിക്കാരി. എന്താണ് കുടുംബത്തിൽ നിന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ട് പോലും പുള്ളിക്കാരി ഒരു ഫാന്റസി വേൾഡിലാണ് ജീവിക്കുന്നത്. എനിക്കത് ഭയങ്കര എന്താ പറയുക ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി അല്ലേ. എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിനോട് ഈ കുഞ്ഞുകുട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവർക്ക് ഇഷ്ടമേ അല്ല, അവർക്ക് ആ ക്യാരക്ടറിനോട് ഒരു താല്പര്യമില്ല, അവർക്കുണ്ടാവുന്ന കുട്ടിയെ ഇയാളെ കാണിക്കുന്ന പോലും ഇല്ല. അപ്പോൾ അത്രയും എന്താ പറയുന്നത്, അത്രയും ഡീപ്പായിട്ടുള്ള ഒരു കഥ എങ്ങനെ അതവര്, എനിക്കറിയില്ല, അത് ഭയങ്കര രസമായിരുന്നു. എനിക്കത് കണ്ടിട്ട് ഞാൻ മൈൻഡ് ബ്ലോൺ ആയിരുന്നു. ഞാനിങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ ആ ഒരു വികാരം മനസ്സിലായി. എനിക്കറിയില്ല, എനിക്ക് സുഹാസിനിയുടെ ക്യാരക്ടറിനോട് എല്ലാവർക്കും വെറുപ്പ് തോന്നുന്ന ക്യാരക്ടറാണ്. കാരണം പുള്ളിക്കാരി മോഹൻലാലിന്റെ ക്യാരക്ടറിനോട് ചെയ്യുന്ന ഭീകരമായിട്ടുള്ളൊരു അല്ല ഇത് കമ്പയർ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം ഈ ബാറ്റ്മാൻ കാറ്റ്വുമൺ റിലേഷൻഷിപ്പിലെ പുള്ളിക്കാരിക്ക് ബ്രൂസ് വെയിനെ താല്പര്യമില്ല, പുള്ളിക്കാരിക്ക് ഇഷ്ടം ബാറ്റ്മാനെയാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു കമ്പാരിസൺ അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അല്ല ഐ മീൻ ഒറിജിനൽ ആള് ബ്രൂസ് വെയിൻ ആണല്ലോ, പക്ഷെ ബ്രൂസ് വെയിനെ അല്ല പുള്ളിക്കാരിക്ക് ഇഷ്ടം. മനസ്സിലായോ? പുള്ളിക്കാരിക്ക് റിലേഷൻഷിപ്പിലാവണമെന്ന് താല്പര്യമുള്ളത് ബാറ്റ്മാനാണ്. അതുപോലെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാ. അത് ഭയങ്കര അങ്ങനെ പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും മറ്റേതെന്ന് പറയുന്നത് ഒരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ബാറ്റ്മാൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ പടമാണല്ലോ, അതൊരു റിയാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പടം അല്ലല്ലോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അല്ല ഞാനത് പറഞ്ഞതാ. ഇതിപ്പോ ഇങ്ങനത്തെ ട്രോപ്പ് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് വന്നത് അതാണ്. വേറെ എവിടെയാ ഇങ്ങനെ കണ്ടിട്ടുള്ളത് ഞാൻ ഇങ്ങനെ ഓർത്തത്. ഇത് ഭയങ്കരമായിട്ട് റിയാലിറ്റി ആയിട്ട് ഇന്റർവോവൺ ആയതുകൊണ്ടേ നമ്മൾ കാണുന്നവര് തന്നെ ഇത് സുഹാസിനിയുടെ ആ ഒരു സുഭദ്ര എന്ന് പറയുന്ന ക്യാരക്ടറിനോട് ഭയങ്കരമായിട്ടൊരു ദേഷ്യം തോന്നും. പക്ഷെ എന്തോ എനിക്ക് അവരോടൊരു എമ്പത്തി തോന്നിയായിരുന്നു ഇത് കണ്ടോണ്ടിരുന്നപ്പോ. കാരണം അവര് ചെയ്യുന്നത് തെറ്റാണ്, ബട്ട് അവർക്ക് സ്നേഹം തോന്നുന്നത് അർജുനനോടാണ്. അവർക്കത് അവര് ഹെൽപ്ലെസ് ആണ് അതിനകത്തില്. അവര് പറയുന്നത് ഞാൻ ഹെൽപ്ലെസ് ആണ്, എനിക്ക് നിങ്ങളോട് ഒരു ഫീലിങ്സും ഇല്ല. കുഞ്ഞിക്കുട്ടനോട് പറയുന്നത് എനിക്ക് നിങ്ങളോടൊരു ഫീലിങ്സും ഇല്ല. എനിക്ക് നിങ്ങൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, അത്രയും എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. എനിക്ക് ആ ആർട്ടിസ്റ്റിനോടും ആ ആർട്ടിസ്റ്റ് ചെയ്തു വെച്ച ആ ഒരു എപ്പിക് ആർട്ട് വർക്ക് അതിനോടാണ് എനിക്ക് സ്നേഹം തോന്നിയത് എന്ന് പറയുന്ന ഒരു ഇന്നായിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ പറഞ്ഞ ഷിയാസ കഥകളി ഫെറ്റിഷ് എന്ന് പറയായിരുന്നു. എനിക്കറിയില്ല, ഇൻഅപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ്, പക്ഷേ അങ്ങനെ പറഞ്ഞാണ്. ചിലപ്പോ പറഞ്ഞേനെ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ പടം റീസെന്റ് ആണ് കാണുന്നത്. എന്ന് പറഞ്ഞ ഒരു 5 years 6 yearsനുള്ളിൽ തന്നെയാണ് കാണുന്നത്. പക്ഷെ എനിക്കെന്തോ ഭയങ്കരമായിട്ട് അത് നിനക്ക് ഇഷ്ടപ്പെടും, പക്ഷെ അതെ ഞാൻ യോജിക്കുന്നു. ഞാൻ പൂർണ്ണമായി സുഹാസിനിയുടെ ക്യാരക്ടറിന്റെ കാര്യത്തില് ഞാൻ പറയുന്നു, പടത്തിന്റെ ഇതിലല്ല.
കാര്യം ഞാൻ അങ്ങനെ അതിനെ പൂർണ്ണമായിട്ട് ഒരു യോജിക്കുന്നു. സുഹാസിനിയുടെ ആ സൈഡിൽ നിന്ന് ആലോചിക്കാനേ അത് എന്താ പറയുന്നത് യെസ് കണ്ടിട്ട് അല്ല ആ, അതെ കുറച്ച് അതെ അങ്ങനെ അല്ലല്ല, ഞാനത് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. എല്ലാവർക്കും നല്ലത്, മിക്ക ആൾക്കാർക്കും അതിനോട് കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, അവരോട് ഭയങ്കര എമ്പതിയാണ് എനിക്ക് അവരോട് തോന്നുന്നത്. എനിക്കതുകൊണ്ട് ഈ പടം എന്റെ ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്കിത് എനിക്ക് വേറെ ലെവലിലുള്ള എനിക്കിതിന് പടമാണ്. ഇതിപ്പോ ഉം. ഇപ്പൊ കുമാരി പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ ചേർന്ന് നിന്ന ഒരു കാര്യം പറയാം. കാരണം നമ്മള് സത്യം പറഞ്ഞ പുള്ളിക്കാരുടെ ക്യാരക്ടറിനോട് എംപത്തൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. കാരണം എന്താന്ന് വെച്ചാല് മോസ്റ്റ് ഓഫ് ദ ടൈം when we admire a star or an actor, we admire the characters that they did. ചിലർക്ക് അതൊരു പീക്ക് ഒബ്സെഷനിലേക്ക് പോകും. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന സുകുമാരി എന്ന് പറഞ്ഞു, സുഹാസിനിയുടെ ക്യാരക്ടർ ഉണ്ടായത് ഒരു പീക്ക് ഒബ്സെഷനാണ്. ആൻഡ് ഐ ഹവ് സീൻ പീപ്പിൾ ഹാവിങ് ദാറ്റ് ഒബ്സെഷൻ. അത് ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇത് അവരോട് ഉണ്ടാവുന്ന ചിലർക്കിപ്പം പാട്ട് പാടുന്നവരോടുണ്ടാവും, അവരുടെ പാട്ടിനോടാ സ്നേഹം, പക്ഷെ പാട്ടുകാരനോടല്ല. അതുപോലത്തെ ഒരു ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ അങ്ങനെ കാണാൻ പറ്റും. സോ ഐ തിങ്ക് BTSന്റെ ഇപ്പം ആർമിയാണോ നീ ഉദ്ദേശിച്ചത്? BTS ആർമിയുടെ വിടാക്കി ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഒരുപാട് പേര് അല്ല, പക്ഷെ കണ്ടിട്ടുണ്ട് അവര് ഇത് ഞാൻ വേറെ എവിടേക്കോ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സാധനം. പക്ഷെ എവിടെയാണ് എനിക്ക് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യൂ ആ കുമാരി. അപ്പൊ അങ്ങനെ ഇതിനകത്തിൽ ഒരു സീനുണ്ട്. ഇവര് തമ്മില് സെക്ഷൽ ഇന്റർകോഴ്സ് കഴിയുന്ന സമയത്ത് ഇവര് കഥകളി കോസ്റ്റ്യൂമിലാണ് എന്താണ് അവര് ആ നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ഇതെല്ലാം കഴിയുമ്പോഴത്തേന് പുള്ളിക്കാരി അങ്ങ് എന്താ പറയുന്നത്, പുള്ളിക്കാരിക്ക് ആ ചായം പുള്ളിക്കാരിയില് പതിയുമ്പോഴാണ് പുള്ളിക്കാരിക്ക് ആ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. എനിക്കത് ഇത് ഏത് കാലത്ത് 1999 പടമാണ്. അന്നക്കാലത്ത് അവർ അത് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് പുള്ളിക്കാരിക്ക് ഒരു എന്താ പറയുന്നത് ഫുൾഫിൽമെന്റ് തോന്നുന്നത് ആ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ആ പുള്ളിക്കാരിക്ക് തോന്നുന്ന ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹത്തില് ഫുൾ സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നത് ആ ചമയങ്ങൾ അല്ലെങ്കിൽ ആ ചായങ്ങൾ പുള്ളിക്കാരിയുടെ ദേഹത്ത് പരളുമ്പോഴാണെന്നുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്, ഒരു സീൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ മോഹൻലാല് എന്താ ഡ്രസ്സും സാധനങ്ങളും എന്താ മുഖത്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചായയൊക്കെ പറ്റിയിട്ട് ഇറങ്ങി പോകുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഇതിനകത്തിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഷാജൻ കരുണാണ് കേട്ടോ അതിന്റെ ഡയറക്ടർ. പുള്ളിക്കാരന്റെ പടങ്ങളെല്ലാം ഇങ്ങനെ ഒരുമാതിരി ഭയങ്കര ഇച്ചിരി എന്താണ് അങ്ങനെ കൊമേഴ്ഷ്യൽ പടങ്ങളല്ല, എല്ലാ ആർട്ട് ഫിലിംസ് ആണ്. അപ്പോ മമ്മൂക്കൊക്കെ ഉണ്ട് ഒരു പടം ഷാജിൻകറിന്റെ, എന്തായിരുന്നു പടത്തിന്റെ പേരെന്ന് ഞാൻ ഓർക്കുന്നില്ല. കുട്ടിശ്രാങ്ക്, അത് തന്നെ, കുട്ടിശ്രാങ്ക്. ഇതിനകത്ത് പിന്നെ നമുക്കങ്ങനെ പെട്ടെന്ന് എടുത്ത് പറയാൻ വേണ്ടി പാട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷേ എന്താണ്, സക്കീർ ഹുസൈൻ ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സക്കീർ ഹുസൈൻ. അപ്പം പിന്നെ സന്തോഷ്, എനിക്കൊന്ന് സന്തോഷ് ശിവനാന്ന് തോന്നുന്നു എന്റെ ക്യാമറ ചെയ്തിട്ട്. സന്തോഷ് ശിവനും ഏതോ ഒരു സായിപ്പും കൂടെ എന്തോ ചേർന്നു. അതെ, റെനാറ്റോ ബെർട്ട എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ആളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സന്തോഷ് ശിവനുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ പടം എന്റെ ഭയങ്കര ഫേവറേറ്റ് പടങ്ങളിലൊന്നാണ്. നമ്മുടെ ക്യാൻസ് ഫെസ്റ്റിവലിലും പോയിട്ട് അതെ ക്യാൻസ് ഫെസ്റ്റിവലിൽ പോയിട്ടുള്ള പടമാണിത്, 1999 മെയ്യില്. അപ്പോൾ അങ്ങനെ കുറെ എന്താണ് നമുക്ക് ഒരു എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു പടമാണ്. എനിക്ക് ആക്ച്വലി ഗുരുവും എന്റെ ലിസ്റ്റിനകത്തിൽ ആഡ് ചെയ്യണമെന്നുണ്ട്. കാരണം ഗുരു ഈ പറഞ്ഞ പോലത്തെ ഒരു ഭയങ്കര സൂപ്പർ ഫിലിമാണ്. പക്ഷെ എനിക്കറിയില്ല, പറയാനാണെങ്കിൽ എനിക്കും ഉണ്ട് ദേവദൂതൻ. അതാ ഞാൻ പറഞ്ഞേ, ഈ എല്ലാവരും പറയുന്നതല്ലാണ്ട് എന്തെങ്കിലും ഒരു ഇതായിട്ട് അതാണ്. അപ്പൊ ഞാൻ എന്റെ അടുത്ത പടം അല്ല ഇതിന്റെ അകത്തില്ല, നീ പറഞ്ഞു. അല്ല, അപ്പം ഗുരു ആണെങ്കിൽ പോലും, ഗുരു എന്ന് പറയുന്ന സിനിമ നമ്മൾ ശരിക്കും മോഹൻലാലിന്റെ അഭിനയത്തിനേക്കാൾ കൂടുതൽ അതിന്റെ ആ കഥ, ആ ലോകം എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് കാണുന്ന. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് യു വാച്ച് ഇറ്റ് ഫോർ ഇപ്പം വാനപ്രസ്ഥം എന്നൊക്കെ പറയുന്നത് മോഹൻലാലിനെ മറ്റേ മെർലിൻ ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്ത ഒരു പോയിന്റ് വന്ന സിനിമയാണ് അത്.
ലൈക്ക് അതെ മർലിൻ അതെ അതെ ബ്രാൻഡോ ഇസ് അനദർ ലെവൽ. അത് ഞാൻ കമ്പയർ ഒന്നും ചെയ്യുന്നില്ല. ഹീസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സ് എവർ ലിവ്ഡ്. പക്ഷെ സ്റ്റിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ ഇതിന്റെ മുകളിലേക്ക് ഇനി പുള്ളിക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത ഒരു സിനിമയാണ് അത്. സോ അത് ഭയങ്കര ഒരു എന്താ പറയുന്ന അദ്ദേഹത്തിന്റെ ഈ കുഞ്ഞിക്കുട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ നിസ്സഹായതയൊക്കെ കാണിക്കുന്ന സീനില് നമ്മൾ തന്നെ അങ്ങ് ഇല്ലാതെയായി പോയി. ഞാനൊക്കെ കണ്ടിട്ട് അത് കുറെ ദിവസം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ആ പടം കണ്ടിട്ട്. കാരണം ഇതിനകത്ത് നിന്ന് എന്ത് ഒരു രീതിയിലോ ഒരു ക്യാരക്ടേഴ്സിനും അതിനകത്തിൽ സന്തോഷമോ സാറ്റിസ്ഫാക്ഷനോ ഒന്നും കിട്ടുന്നില്ല. ഫുള്ളി എല്ലാവരും അങ്ങ് ഒരു ഡിസോർട്ടഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് താമസിക്കുന്നത്. ഒന്നാമത് കാസ്റ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്. പക്ഷേ അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ടൊരു ഒരു ഒരു ഇടിവെട്ട് പടമായിരുന്നു അതെന്ന് ഡെഫിനറ്റ്ലി ഞാൻ പറയും. അപ്പം എൻ്റെ നെക്സ്റ്റ് പടം നമ്മുടെ എന്താണ് മലയാളം റിനൈസോൺസ് പടം എന്ന് പറയുന്ന തൂവാനത്തുമ്പികളാണ് എൻ്റെ അടുത്ത പടം. എനിക്ക് ഞാൻ ഒട്ടും ഒരു റൊമാൻസ് കാണുന്ന ആളല്ല. എനിക്ക് റൊമാൻറ്റിക് പടങ്ങൾ ഇഷ്ടമല്ല. പക്ഷെ ലാലേട്ടന്റെ റൊമാൻസ് ഞാൻ കാണും, എനിക്കിഷ്ടമാണ്. പക്ഷെ ലാലേട്ടൻ ഐ ഹാവ് എ വെരി വെരി ഡിഫറെന്റ് ഒപ്പീനിയൻ അബൌട്ട് ദിസ് ഫിലിം. ഞാൻ അത് പിന്നെ പറയാം. എനിക്ക് തൂവാനത്തുമ്പികള് ഭയങ്കര എന്താ പറയുന്ന ഒരു അങ്ങനെയാണല്ലോ, തൂവാനത്തുമ്പികൾ അങ്ങനെയാണല്ലോ. എന്താണ് നമ്മുടെ ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ ഇതിലും മറ്റേ എന്താ ഞാൻ പറഞ്ഞ യാത്രാമൊഴിയായിട്ട് വേണമെങ്കിൽ ഒരു ലിങ്ക് വേണമെങ്കിൽ വെക്കാം. യാത്രാമൊഴി ഡയറക്ട് ചെയ്തേക്കുന്ന പ്രതാപ് പോത്തനാണ്. അപ്പൊ ഈ തൂവാനത്തുമ്പികളെ ബേസ് ചെയ്തിരിക്കുന്ന ആള് പൊതുവായിട്ടൊരു പോട്ടെ അല്ല പറഞ്ഞു ചക്രവാണി പറഞ്ഞു. അല്ല, ഐ എം സോറി ടു സേ ദാറ്റ് ഐ ഫീൽ എനിക്ക് തൂവാനത്തുമ്പികള് എനിക്കത് ഭയങ്കര ഓവർ റേറ്റഡ് പടമായിട്ട് തോന്നിയിട്ടുണ്ട്. ഐ നോ ഇറ്റ്സ് എ വെരി കോൺട്രവേഴ്ഷ്യൽ ഒപ്പീനിയൻ. പക്ഷെ ഓവർ പേഴ്സണലി ഓവർ റേറ്റഡ് ആണ്. പിന്നെ എനിക്ക് അതിൻ്റെ അകത്ത് രഞ്ജിത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ഞാൻ എന്റെ മനസ്സിലേക്ക് അത് എനിക്ക് മാത്രം തോന്നിയ ഒരു കാര്യമല്ലെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അത് പുള്ളിയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതിൻ്റെ അകത്ത് ലാംഗ്വേജിന്റെ ഇൻകൺസിസ്റ്റൻസി, അതായത് ആ തൃശ്ശൂർ ഭാഷ ഭയങ്കര ബോറായിട്ട് അതിന്റെ സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, തൃശ്ശൂർക്കാരനാണ് ദിഗംബരൻ, ഒരു തൃശ്ശൂർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, തൃശ്ശൂർക്കാരൻ പറയൂ. അല്ല പക്ഷെ ഞാൻ പ്രോപ്പർ തൃശ്ശൂർക്കാരനല്ല. മീൻസ് ഞാൻ ഒരു കോട്ടയംകാരനാണ്. ഇടയ്ക്ക് പോയി തൃശ്ശൂരിൽ പോയി കുറച്ച് നാൾ തൃശ്ശൂരായിരുന്നു നമ്മുടെ മേച്ചിൽപ്പുറം. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ എടാ അത് എനിക്ക് അറിയത്തില്ല, അത് എന്താ പറയുന്നത്, ഒരു ലാലേട്ടൻ എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ് ഈ ഭാഷയുടെ കാര്യത്തില് ഒരു വരുന്നത്. അതായത് റീജിയണൽ ആക്സൻസ് ഒക്കെ പിടിച്ചു എന്ത് പറഞ്ഞാലും പുള്ളിയുടെ അത് മാത്രമല്ല പ്രശ്നം, ലാംഗ്വേജ് മാത്രമല്ല. പുള്ളി ക്ലാരയോട് സംസാരിക്കുമ്പോൾ പുള്ളി പെട്ടെന്ന് പത്മരാജന്റെ ലാംഗ്വേജ് ആയി മാറും. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പ്രാഞ്ചേട്ടൻ ഒരു സിനിമ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കുറ്റം പറയത്തില്ല. കാരണം പ്രാഞ്ചേട്ടന്റെ അകത്ത് ഒരു പ്രത്യേകത ഞാൻ മമ്മൂട്ടിയായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല. രഞ്ജിത്ത് തന്നെ പറഞ്ഞൊരു സംഭവമുണ്ട്. പത്മരാജൻ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ്, അതായത് ലാംഗ്വേജ്, അതായത് ഇൻകൺസിസ്റ്റൻസി. മോഹൻലാല് തൃശ്ശൂർ ഭാഷ പറഞ്ഞോട്ടെ, പക്ഷെ അത് റിയലിസ്റ്റിക് ആവുന്ന എവിടെയാണെന്നറിയോ? അത് കംപ്ലീറ്റ് ആയിട്ട് ആ തൃശ്ശൂർ ഭാഷ യൂസ് ചെയ്യുമ്പോഴാണ്. പ്രാഞ്ചേട്ടന്റെ ഒരു ബ്രില്യൻസ് അതായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് പുള്ളി സാഡ് ആയിരുന്ന സീക്വൻസിലും പുള്ളിക്ക് ഇച്ചിരി റൊമാൻസ് ഉള്ളി തോന്നുന്ന സീക്വൻസിലും എല്ലായിടത്തും പുള്ളി തൃശ്ശൂർക്കാരൻ തന്നെയായിരുന്നു. ഇതിന്റെ അകത്ത് ജയകൃഷ്ണൻ പെട്ടെന്ന് പത്മരാജനാവും. അതാണ് എനിക്ക് ശ്രമിക്കുന്നതായിട്ട് പോലും ഇല്ലല്ലോ. ഐ മീൻ അതൊരു ഒതന്റിസിറ്റി കൊണ്ടുവരാനായിട്ട് കാര്യമുണ്ട്. അതായത് ഒത്തിരി ആക്സന്റ് കുത്തിക്കയറ്റാൻ അവർ ശ്രമിച്ചിട്ടില്ല ഒന്നാമത്. കാരണം മോഹൻലാൽ പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പൊ ഇങ്ങനെ പറയുകയാണെന്ന് വെച്ചു, ഇപ്പൊ ഞാന് തൃശ്ശൂർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ഒരാളാണ് ജയകൃഷ്ണനെങ്കിലോ, ജയകൃഷ്ണൻ പ്രോപ്പർ തൃശ്ശൂർക്കാരനല്ലെങ്കിലും അല്ല, ഒന്നാം തരം മണ്ണാത്തൊടിക്കാരനും പുള്ളി അവിടുത്തെ ഡോൺ ആയിരുന്നെന്ന് പറയുന്നില്ല. അല്ല വേറൊരു കാര്യമുണ്ട്. അല്ല ഞാൻ പറയട്ടെ, ഇപ്പം
അല്ല, ഇതിപ്പോ നമ്മള് ഒരു മധ്യ കേരളത്തിൽ കിടക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. ഒരു എന്താണ് ആക്സെന്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ മലയാളം പറയുന്നതിൽ ആക്സെന്റ് ഉള്ള ഒരു ഏരിയയിൽ നിന്ന് ഒരാൾ വരികയാണ്, നമ്മളോട് സംസാരിക്കുകയാണ്. അതും ക്ലാര എന്ന് പറയുന്ന എന്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ് എന്നുള്ളതൊന്നും പറഞ്ഞു പക്ഷെ പറഞ്ഞു. ആ പോയിന്റ് നമുക്ക് എല്ലായിടത്തും പറയാൻ പറ്റില്ല. കാര്യം മമ്മൂട്ടിയും കാസർഗോഡുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മറ്റേ പുത്തമ്പണത്തിന്റെ അകത്തൊക്കെ പുള്ളി പറയുന്ന കേട്ട് കഴിഞ്ഞാല് അല്ല, അങ്ങനെ ആ ഒരു രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എടാ, ഇത് വന്ന ഇവിടെ ഇതാണ്. ഒരു അതായത് കമ്പാരിസന്റെ പ്രശ്നമല്ല. അല്ല, ഇത് ഞാൻ അവര് അതിനകത്ത് പറ്റിയ മിസ്റ്റേക്സുകളിലൊന്ന്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറയുമായിരുന്നു, നമ്മള് റൊമാൻറ്റിക് ആകുമ്പോഴത്തേന് അല്ലെങ്കിൽ നമ്മൾ വേറൊരാളോട് സംസാരിക്കുമ്പോൾ ഇപ്പം എങ്ങനെയാ അതിന്റെ എക്സാമ്പിൾ പറയും. ഇപ്പൊ ഞങ്ങളുടെ കൂടെ പെരുമ്പാവൂരുകാരൻ ഒരുത്തനുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു സർക്കിളിൽ ചെല്ലുമ്പോഴത്തേനും പുള്ളി ഭയങ്കര തൃശ്ശൂർ തൃശ്ശൂർ പെരുമ്പാവൂർ സംസാരമാണ് പുള്ളിക്കുള്ളത്. പക്ഷെ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ പുള്ളി അത് മാറ്റി വെക്കാൻ പുള്ളി ശ്രമിക്കാറുണ്ട്. പുള്ളി കുറച്ചുകൂടെ ഒരു ന്യൂട്രൽ ആകാൻ ശ്രമിക്കാറുണ്ട്. പുള്ളിക്ക് കുറച്ച് ഈ അവക്കട എന്നൊക്കെയുള്ള സാധനമൊക്കെ വരാം, അതൊക്കെ അത് ന്യൂട്രൽ ആക്കാൻ അതിപ്പം നോക്കാറുണ്ട്. മനസ്സിലായോ? അപ്പം ഇപ്പം ഇതെന്ന് പറഞ്ഞാല് ഒരു ദിവ്യമായ പ്രണയം പോലത്തെ ഒരു സാധനമാണല്ലോ കാണിക്കുന്നത്. അപ്പം പുള്ളി അത് മേ ബി പുള്ളി അതൊരു വേറെ ലെവലിൽ ഒരു ന്യൂട്രൽ ആക്കാൻ ശ്രമിച്ചതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. ഇന്നോവേ വേണമെങ്കിൽ അതിനെ ജസ്റ്റിഫൈ പുള്ളിക്കാരിയോട് ചെയ്യാനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതൊരു എനിക്കെന്തോ ദിവ്യമായിട്ടുള്ള ഒരു എനിക്ക് പേഴ്സണലി ഞാൻ നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകളുടെ ഭയങ്കര കടുത്ത ആരാധകനാ. അതുകൊണ്ട് എനിക്കതാണ് കുറച്ചുകൂടെയും ഞാനത് പറയാൻ ഡീപ്ലി വരുമായിരുന്നു റിലേറ്റബിൾ ആയിട്ടുള്ളത്. ഇതും അതും കൂടെ ഒന്നിച്ച് വെച്ച് പറയാൻ വരുമായിരുന്നു. രണ്ടും ഒരേ തട്ടിലുള്ള പടങ്ങളാണെന്നാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരുപോലത്തെ എന്ന് പറഞ്ഞ എനിക്ക് രണ്ടും കാണുമ്പോൾ എനിക്ക് ഒരേ ഫീലിംഗ് ആണ് വരുന്നത്. ഇത് ഒരു കോമൺ അഭിപ്രായം ആയിരിക്കത്തില്ല, ഇത് എൻ്റെ അഭിപ്രായമായിട്ടാണ്, ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. ഈ നമ്മൾ ഏതോ ഒരു എപ്പിസോഡിൽ നമ്മളിത് പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ അഴകിയ രാവണൻ്റെ അകത്തിൽ മമ്മൂട്ടി നമ്മുടെ മറ്റേ ഫീമെയിൽ നമ്മുടെ എന്താണ് അവരുടെ പേര് ഞാൻ മറന്നുപോയി, ഭാനുപ്രിയയുടെ ക്യാരക്ടറിനെ എന്താണ് അവര് ബിജു മേനോനുമായിട്ട് കല്യാണം കഴിച്ചു. അല്ല സോറി, ബിജു മേനോനുമായിട്ട് അവര് എന്താണ് കുട്ടിശങ്കറിന് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു എന്നിട്ട് പുള്ളി അതിനെ അംഗീകരിക്കുന്നു. അതായത് അത് അപ്പൊ വലിയൊരു അതായത് പുള്ളിക്കാരി വേർജിൻ അല്ല, പക്ഷെ പുള്ളിക്കാരി അംഗീകരിക്കുന്നു എന്നുള്ളതിൽ ഒരു ഭയങ്കര മഹത്വം കാണുന്ന ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്ന സമയമായിരുന്നു ഈ പടം ഇറങ്ങിയ സമയത്ത് എന്ന് നമ്മൾ ഇതിന്റെ ഡയറക്ടർ പറയുന്ന ഈ കാര്യം നമ്മൾ ഏതോ ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിൽ ഈ സെയിം അവസ്ഥയാണ്. പക്ഷെ അതിനെ ഗ്ലോറിഫൈ ചെയ്തിട്ടേ ഇല്ല. അതായത് മോഹൻലാലിന്റെ ക്യാരക്ടറിന്, സോളമൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് അതൊരു ഇഷ്യൂവേ അല്ലാത്തൊരു രീതിയിലാണ് അത് എടുത്ത് വെച്ചിരിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സിനിമയിലെ പോയിന്റുകളിലൊന്ന്. കാരണം he was in love with that woman. He doesn't care what other things are or societal norms-നെ പുള്ളിയെ ബാധിക്കുന്ന പോലുമില്ല ഇവിടെ. പുള്ളി അത് കെയർ ചെയ്യുന്നില്ല. അവര് രണ്ടുപേരും, ഈ സോളമനും സോഫിയയും ജീവിച്ചിരുന്ന ഒരു ലോകം തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അവര് they were madly in love with each other. അവര് തമ്മിൽ കാണാൻ ഒരു ഈഗർനെസ് ഉണ്ടായിരുന്നു. അപ്പൊ ആകെ സോളമൻ ആയിരുന്നു എനിക്ക് തോന്നുന്നു സോഫിയ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരുന്നു, അവരുടെ അമ്മയെക്കാളും ബാക്കി ആരെക്കാളും. സോ എനിക്ക് ആ ഒരു ഡെപ്ത് കാരണം എനിക്ക് ആ സിനിമ ദാറ്റ്സ് ദ മോസ്റ്റ് റിപ്പീറ്റഡ്, എന്താ പറയുക, ഒരു പത്മരാജൻ സിനിമ ഞാൻ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള പേഴ്സണലി അതാ. എനിക്ക് തൂവാനത്തുമ്പികൾ കുറച്ചുകൂടെ എന്താ പറയുക, ഇറ്റ് ഇസ് ഇൻ എ മോർ ഓഫ് എ ഫാന്റസി കൈൻഡ് ഓഫ് എ സ്പേസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ദിവ്യപ്രണയങ്ങൾ എപ്പോഴും അങ്ങനെയാണല്ലോ. നമുക്കത് എപ്പോഴും ഒരു ഫാന്റസി എലമെന്റ്, അതിനകത്തുള്ള ഒരു മാജിക്കൽ എലമെന്റ് എപ്പോഴും അതിനകത്തിൽ വരുമല്ലോ. അങ്ങനെയാണല്ലോ അതിനെ എടുത്തു വെച്ചിരിക്കുന്നതും. അത് എനിക്ക് തൂവാനത്തുമ്പികളും അതുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ തോന്നുന്നത് ഈ കാര്യത്തിലാണ്. അതായത് ഇവിടെ മറ്റേതെന്ന് പറഞ്ഞാൽ സോഫി എന്ന് പറയുന്ന അവളുടെ സാഹചര്യം കാരണം പുള്ളിക്കാരി താമസിക്കുന്ന വീട്ടിൽ പുള്ളിക്കാരിയുടെ സ്റ്റെപ്പ് ഡാഡ് തന്നെയാണ് പുള്ളിക്കാരിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. പുള്ളിക്കാരി മറ്റേത് ക്ലാര സത്യം പറഞ്ഞ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. അത് ആദ്യമാണോ അവസാനമാണോ അതൊന്നും അല്ല അതിനകത്തുള്ള കാര്യം. പുള്ളിക്കാരി അതാണ് പുള്ളിക്കാരിയുടെ തൊഴിൽ എന്നറിഞ്ഞിട്ടും അത് പുള്ളിയെ ഒരിക്കലും ബാധിക്കുന്നില്ല. അത് ആദ്യമാണെങ്കിലും പിന്നീട് പുള്ളിക്കാരി ആ ജോബുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെടുമുടി വേണുവിനെ അല്ലേ കെട്ടുന്നത്, അപ്പോഴും കാണുന്നുണ്ട്. അപ്പോഴൊന്നും ജയകൃഷ്ണൻ അതൊരു പ്രശ്നമല്ല. സോമനായിരുന്നു. സോറി, സോമനായിരുന്നു. സോറി, അതെ, എനിക്ക് ഓർമ്മയില്ല വ്യക്തമായിട്ട്.
ഇതിലെ ബാബു സോമനായിരുന്നു. അതെ അതെ. നമ്പൂതിരി വേറെ ഏതോ പടത്തില് ക്യാമിയോ ചെയ്യുന്നുണ്ടല്ലോ. ആ ബാബു നമ്പൂതിരി മറ്റേ അതേ ക്യാരക്ടർ ആയിട്ട്. തങ്ങളായിട്ട് വരുന്നുണ്ടല്ലോ, ഓ ആ ഓപ്പറേഷൻസ് ഒക്കെ തൃശ്ശൂരായിരുന്നു എന്ന് പറഞ്ഞു. ട്രിവാൻഡ്രം എനിക്കറിയാവുന്ന ലോഡ്ജിന്റെ ഒരു പുള്ളി ഉണ്ട്. ആ ശരിയാ, കറക്റ്റ്. അപ്പൊ ജയകൃഷ്ണൻ തൃശ്ശൂർ പറഞ്ഞു വന്നതാണ്. എനിക്കറിയാവുന്ന അപ്പം ഒരു പുള്ളി ഉണ്ട്. അപ്പൊ ജയകൃഷ്ണന്റെ ക്യാരക്ടറും അങ്ങനെ തന്നെയാണ്, ഈ മറ്റേ സോളമന്റെ ക്യാരക്ടർ പോലെ തന്നെയാണ് എന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. കാരണം അവർക്ക് ആ ഒരു പ്രണയത്തിൽ ഈ ഒരു സെക്സ് അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പ്, അതിന്റെ പ്യോറിറ്റി കാര്യങ്ങളൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ഇപ്പൊ ക്ലാരയെ കാണുമ്പോൾ ക്ലാരയും മഴയും എപ്പോഴും റിലേറ്റഡ് ആണ് എന്ന് പറയുന്നത് എന്താണ്, എനിക്ക് ഭയങ്കര എപ്പോഴും എന്താ പറയുക, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു 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 സിംബോളിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കങ്ങനെ ഇങ്ങനെ പ്രണയത്തിന് ഇപ്പൊ മറ്റേതിൻ്റെ അകത്തില് പ്രണയത്തിലെ മുന്തിരിത്തോപ്പാണ് അതിനകത്തില് എന്താ ഒരു എലമെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇതിനകത്തില് മഴ, ഒരു ക്ലാര വരുമ്പോ മഴ വരും എന്നുള്ള ഒരു മഴ കാണുമ്പോൾ ക്ലാരയെ ഓർമ്മ വരും എന്ന് പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ലൊരു പടമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ ലിസ്റ്റിലുള്ള ഒരു പടമാണ്. ഇനി ഒന്നും കൂടെ ഉണ്ട്, അപ്പോൾ എൻ്റെ മൂന്നാമത്തെയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എൻ്റെ മൂന്നാമത്തെ പടം എന്ന് പറയുന്നത് എന്നെ ആക്ഷൻ പടങ്ങൾ കാണാൻ പ്രേരിപ്പിച്ച പടമാണ്. ഇത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും, അത് ആരെങ്കിലും എത്രയോ പേര് കണ്ടിട്ടുണ്ടെന്ന് അല്ല, ഞാൻ ആ പടം കണ്ടിട്ടില്ല. നമ്മള് എന്താണ് ആക്ഷൻ പടങ്ങള് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഞാൻ ഈ പടം കണ്ടിട്ട് ഞാനിവിടെ ഞങ്ങളുടെ സോഫയിലും മറ്റേ എന്താണ് എല്ലായിടത്തും ഇങ്ങനെ ചാടിച്ചാടിയൊക്കെ നടക്കുമായിരുന്നു. ലാലേട്ടന്റെ ഭയങ്കര ഒരു പൊളിപ്പടമായിട്ട് എനിക്ക് യോധ ഭയങ്കര ഇഷ്ടമാണ്. യോധ ആക്ഷൻ പടം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അതിനകത്തിൽ കുറെ ആക്ഷൻ സീക്വൻസുകളുണ്ട്. ബട്ട് ഇത് ത്രൂ ഔട്ട് ആക്ഷനുള്ള നമ്മുടെ അത്യാവശ്യം ഒരു അന്തക്കാലത്തെ വേണമെങ്കിൽ കമ്പയർ ചെയ്യുമ്പോ, അല്ല ദൗത്യം അല്ല, പക്ഷെ ദൗത്യം ഇതായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് നമുക്ക് തോന്നുന്നു. മൂന്നാം മുറ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വില്ലനുണ്ട്. എന്റെ ദിഗംബറിന്റെ ഫേവറേറ്റ് ടെറർ വില്ലൻ ചാൾസ്, നമ്മുടെ ലാലു. കണ്ണ് ചുമന്ന ലാലു ലക്ഷൻ, ലാലു ചായനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മൂന്നാം മുറ അങ്ങനത്തെ ഒരു പടമാണ് എനിക്ക്. പറഞ്ഞു. അല്ല, അതിന്റെ അകത്ത് ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് എവർ ഇളയരാജ. അത് ഭയങ്കര എനിക്കറിയില്ല, അത് അങ്ങനെ ആൾക്കാർ ഒത്തിരി മെൻഷൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ പടം. ഇത് മോഹൻലാൽ അത് സൂപ്പർ ആയിട്ട് അതിന്റെ ആക്ഷൻ ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ റിപ്പീറ്റ് വാച്ച് ഉള്ള ഒരു പടമാണ്. അലി ഇമ്രാൻ എന്ന് പറയുമ്പോ നമുക്ക് രോമാഞ്ചം വരും എനിക്ക്. ദൗത്യം അതുപോലത്തെ പടമാണ്. പക്ഷെ അതിനകത്ത് കുറച്ച് റൊമാൻസും കാര്യങ്ങളും ഒക്കെ അവര് എന്താ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് പ്യോർ ആക്ഷൻ ആണ്. പുള്ളി ഒരു പ്രോപ്പർ മിഷന് പോകുന്നു. മിഷൻ ഇമ്പോസിബിൾ മലയാളം വെർഷൻ. ഒരു കൊറേ നേരം കഴിഞ്ഞിട്ടാണ് പുള്ളി വരുന്നത്. പടം തുടങ്ങി ഒരുപാട് എത്ര നേരം പുതുമയായിരുന്നു കേട്ടോ ആ സമയത്ത്. അങ്ങനൊരു അത് മോഹൻലാൽ ഈ മണിച്ചിത്രത്താഴിന്റെ അകത്താണെങ്കിൽ ഒരുപാട് കഴിഞ്ഞിട്ടല്ലേ എൻ്റർ ആവുന്നത്. ഓൾമോസ്റ്റ് എന്താ പറയുക സെക്കൻഡ് ഹാഫിലാണ് മോഹൻലാൽ ഉള്ളത്. പക്ഷെ ഒരു സുരേഷ് ഗോപി ഉണ്ടല്ലോ ഒരു ലീഡ് എന്ന് പറയാനായിട്ട്. ഇവിടെ അങ്ങനെ അല്ല. ഇപ്പൊ ഇതിനകത്തില് രേവതി ഉണ്ട്. രേവതി ആക്ച്വലി അത്യാവശ്യം അല്ല, രേവതിയുടെ ക്യാരക്ടർ അത്യാവശ്യം അതിനകത്തില് ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. പുള്ളിക്കാരിയാണ് അത് ആ ടീമിനെ ലീഡ് ചെയ്തുകൊണ്ട് താഴോട്ട് കൊണ്ടുവന്നതും രക്ഷിച്ചുകൊണ്ട് വരുന്നതും ഒക്കെ. അപ്പൊ അത് ഭയങ്കര ഒരു പൊളിപ്പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പടമാണ് മൂന്നാം മുറ. അത് ആൾക്കാർ അതിനെ മെൻഷൻ ചെയ്യാറില്ല, എന്താ അറിയത്തില്ല. എല്ലാരും ഇപ്പം മറ്റേ ഇത് ഞാനും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഏതൊരു വീഡിയോയിൽ. അതായത് മോഹൻലാലിന്റെ മോൻ അതായത് പ്രണവ് മോഹൻലാല് ആദ്യം ചെയ്തപ്പോഴത്തേനും അത് ഭയങ്കര നല്ല ആക്ഷൻ പടമാണ്. പുള്ളിക്ക് ആക്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. പുള്ളിക്ക് ആക്ഷൻ പടങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയും. പക്ഷെ ലാലേട്ടൻ അന്തകാലത്ത് ഇത് ഈ സെയിം സാധനം ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്, പൊളിപ്പടമാണത്. ഇതുപോലെ തന്നെ ഉള്ളൊരു പടമുണ്ട്, പുള്ളി നിധി തപ്പിപ്പോകുന്ന പടം. അതിന്റെ പേര് എനിക്കറിയത്തില്ല. പൂച്ചക്കണ്ണൊക്കെ ഉള്ള ഒരു മോഹൻലാലുള്ള ഒരു പടമാണ്. അതിന്റെ
മറ്റേ ഇവൻ അപ്പനായിട്ട് വരുന്ന ഫ്രെഡി എന്നൊക്കെ പറഞ്ഞു വരുന്ന ആ മറ്റേ നെടുമുടി വേണോ എന്ന് തോന്നുന്നു അത് അപ്പനായിട്ട്. നെടുമുടി വേണോ രഞ്ജിത്ത് എഴുതിയ സിനിമ, അത് കമല് ഡയറക്ട് ചെയ്ത പടാ. അതിന്റെ പേര് ഞാൻ വിട്ടുപോയി. അത് എപ്പോഴും അതിന്റെ പേര് എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. പെണ്ണ് നമ്മുടെ ആര്യനിലെ പെണ്ണ്, നമ്മുടെ ഇവര് മറ്റേ രാജമാതാ ശിവകാമി ദേവിയാ. നീലാംബരി എന്താ വേറെ ഒറിജിനൽ പേര്? രമ്യ കൃഷ്ണ ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. എനിക്ക് വ്യക്തമായിട്ട് അങ്ങോട്ട് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആണെന്നാണ് എന്റെ ഒരു ഇത്. ബട്ട് അത് നല്ല പടമാണ്. ഓർക്കാപ്പുറത്ത് അങ്ങനെയാണോ സിനിമയുടെ പേര്? ഓർക്കാപ്പുറത്ത് ഫ്രെഡി നിക്കോളസ് എന്ന് പറഞ്ഞു വരുന്നത്, നിക്കോളസ് ആയിട്ട് വരുന്നത് നെടുമുടി വേണോ. എന്നൽ പൂച്ചക്കണ്ണുള്ള ലാലേട്ടനാണ് അതിനകത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര രസാ, സുന്ദരൻ മോഹൻലാല് ഭയങ്കര രസമാണ്. അത് അങ്ങനെ ആ പടം ഉണ്ട്. അപ്പൊ എന്റെ 3 പടങ്ങൾ ഇതാണ്. അഗൈൻ നമ്മള് രഞ്ജിത്തിനെ അപ്രിഷിയേറ്റ് ചെയ്യണം. രഞ്ജിത്ത് എഴുതിയ പടമാണ്. ഇറ്റ്സ് അൺബിലീവബിൾ ദാറ്റ് രഞ്ജിത്ത് റോട്ട് ഇറ്റ്. അത് 150 ദിവസം അന്ന് ഓടി ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു ആ സിനിമ. കമൽ സിനിമയായിരുന്നു അത്. കമൽ പുല്ല് വരുന്നതിന് മുന്നേ ഉള്ള കമൽ സിനിമയായിരുന്നു അത്. സാറിന് കമലിന്റെ സിനിമകളിലെല്ലാം കമൽ പുല്ല് ഫീച്ചർ ചെയ്യുന്നു. ഈ സിനിമക്കകത്ത് കമൽ പുല്ല്. അതൊരു പോപ്പ് കൾച്ചർ റെഫറൻസ്. നിനക്കത് അറിയുമെന്ന് എനിക്കറിയത്തില്ല. എടേ ഈ എന്താ മഴയത്ത് മുൻപ് സിനിമക്കകത്തൊക്കെ മമ്മൂട്ടിയും ശോഭനയൊക്കെ പോയിരിക്കുമ്പോ അവിടെ കുറെ പുല്ല് കാണാമല്ലോ. അതിനെ കമൽ പുല്ല് എന്നാ പറഞ്ഞിരുന്നത്. അത് സ്ഥിരം കമലിന്റെ സിനിമയിൽ പോച്ചാന്ന്. അത് ശരി. അപ്പൊ ഇതാണ് എന്റെ 3 പടങ്ങൾ: വാനപ്രസ്ഥം, തൂവാനത്തുമ്പികൾ, ഓർക്കാപ്പുറത്ത്, സോറി, മൂന്നാം മുറ. ഇതാണ് എന്റെ 3 പടങ്ങൾ, ലാലേട്ടൻ പടങ്ങൾ. ഞാൻ നീ മൂന്നാം മുറ പറയുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇറ്റ്സ് എ വെരി വെറൈറ്റി ചോയ്സ്. ഐ അപ്രിഷിയേറ്റ് യു ഫോർ ദാറ്റ്. അല്ലേ, അത് എന്റെ അത് കുഞ്ഞിലെ തൊട്ടുള്ള, ഞാൻ ആക്ഷൻ പടം കാണാൻ തുടങ്ങിയത് ഈ പടം കണ്ടിട്ടാണ്. എനിക്ക് ആക്ഷൻ പടങ്ങളോട് ഭയങ്കരമായിട്ട് സ്നേഹം തുടങ്ങിയത് എനിക്ക് ഈ പടം കണ്ടിട്ടാണ്. ഒരു കൊള്ളാം, ആക്ഷൻ മാത്രമുള്ള പടമാണ്, പ്രേമമില്ലാത്ത പടമാണേലും ഇറ്റ് വർക്ക്സ് ഫോർ മീ എന്നുള്ളത് മനസ്സിലാക്കി തന്ന ഒരു പടമാണ് എനിക്കത്. ഒരു ഒറ്റ ക്വസ്റ്റ്യനും കൊണ്ട് നമുക്ക് ഈ പോഡ്കാസ്റ്റ് നമുക്ക് അവസാനിപ്പിക്കാം. സോ നമുക്ക് ഈ പറഞ്ഞ പോസ്റ്റ് 2000s, നമ്മളിപ്പോ പറഞ്ഞ എല്ലാം മിക്കതും പ്രീ 2000s. പോസ്റ്റ് 2000s നിങ്ങൾക്ക് സ്പെഷ്യൽ മെൻഷൻ ആയിട്ട് മോഹൻലാൽ അഭിനയം കൊണ്ട്, മോഹൻലാൽ നല്ല ഒരു സിനിമ എന്ന് പറഞ്ഞ് നമുക്കെല്ലാം തന്ന ഒരു സിനിമ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? ഒരുപാട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊന്നുമില്ല, ബട്ട് ജസ്റ്റ് വൺ മൂവി that you guys can say. I mean, ഓബിയസ് ചോയ്സ് ആയിട്ടുള്ള തന്മാത്രയൊക്കെ പറയാതെ ഞാൻ വേണമെങ്കിൽ ഭ്രമരം പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ പടം ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ്. കാര്യം പുള്ളി മറ്റേ ഈ ഒരു പ്രതിനായകൻ എന്നൊക്കെ പറയുന്ന ഒരു റോളിൽ ഭയങ്കര ഡാർക്ക് സ്പേസിലുള്ള മോഹൻലാലായിരുന്നു അത്. അതിലെനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. മറ്റേ എന്തോ ദാമയുടെ അവിടെ ഒന്ന് മൂത്രം അടിക്കുമ്പോ മറ്റേ ലോറി ഭയങ്കര സട്ടിലായിരുന്നു അത്. നൈസായിരുന്നു. എടി അങ്ങേര് നമ്മുടെ സുരേഷ് താത്ത അതിന്റെ അകത്ത് ഉണ്ടായിരുന്നല്ലോ, ഭ്രമരത്തിന്റെ ബിഗ് ബോസിന്റെ ഭ്രമരം. ചക്രവാണിയുടെ പടം ഏതാണ് നിനക്ക്? ഏത് പടമാണ് ഇഷ്ടം? 2000s ആക്ച്വലി 2 എണ്ണം ഉണ്ട്. പക്ഷെ ഒരെണ്ണം ഞാൻ പറയാം, കാരണം അതെനിക്ക് ഭയങ്കരമായിട്ട് പറയണമെന്നുള്ള ടെൻഡൻസി കൊണ്ടാണ് പറയുന്നത്. അത് സ്പിരിറ്റ് ആണ്. കാരണം സ്പിരിറ്റ് പറഞ്ഞതിന്റെ റീസൺ എന്താന്ന് വെച്ചാല്, ഞാൻ 2 പടം പറയുക. ഒരെണ്ണം ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം മേ ബി യു മൈറ്റ് ഹാവ് ഇറ്റ്. ലൈക്ക് ഒരെണ്ണം എന്ന് പറയുന്നത് മറ്റേ മാടമ്പി, അത് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ഇപ്പം. ബട്ട് മാടമ്പി അതിൻ്റെ അകത്തെ ക്യാരക്ടർ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ബട്ട് ലൈക്ക് ലെറ്റ് മീ ടോക്ക് അബൌട്ട് സ്പിരിറ്റ്. സോ സ്പിരിറ്റ് എനിക്ക് ഭയങ്കര, പുള്ളി എന്താ ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് അങ്ങ് ഇറങ്ങിച്ചെന്ന് പെർഫോം ചെയ്ത്. അതിൻ്റെ അകത്ത് ഒരു സീക്വൻസ് ഉണ്ട്, പുള്ളിക്ക് ക്യാൻസർ ആണെന്ന് പറയാൻ വേണ്ടി കനിഹ എടുത്ത് പോയി പറഞ്ഞ ആ ഒരു ഒറ്റ സീക്വൻസ്. ഐ വാസ് സോ മൈൻഡ് ബ്ലോൺ ദ വേ ഹി ആക്ടഡ് ഇറ്റ്. എനിക്ക് മറ്റേ ഗ്യാസ് കത്തിക്കുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുമാതിരി ബോംബ് കിട്ടാൻ പോകുന്ന
അത് എനിക്ക് ഓ തോന്നുന്നു പിന്നെ വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. സിദ്ധാർത്ഥ് ഭരതൻ സ്പിരിറ്റ് ഒന്നും വേറെ ആർക്കും ഉണ്ടോ? സിദ്ധാർത്ഥ് ആ ഭരതൻ അതും മരിക്കുമ്പോ ഉള്ള ഒരു ഭീകരമാണ്. ഓ, പിന്നെ നന്ദു പാട്ടുകള് ഉണ്ട് പാവം നമ്മുടെ വിഷയം. സ്പിരിറ്റിലെ നന്ദു പാട്ടുകൾ സ്പിരിറ്റിലെ എന്ത് പാട്ടുകളെല്ലാം പറയുന്നു? ഭയങ്കര രസമാണ് കേട്ടോ. നല്ല പാട്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളി റിട്ടൺ തിലകനുണ്ട്, പാട്ടുകളാണ്. കിണ്ണന് മേസ്ത്രിയായിട്ട്. ആ ആ അതെ അതെ അതെ. തിലകൻ ക്യാമിയോ ആ, ആ, അതിന്റെ അകത്താണോ മറ്റേ ഡയലോഗ്? പിന്നെ എന്താ, ഞാൻ ഏത് വഴിയിലിറങ്ങി കോണാത്തുനിന്നാണ് ഒരു കുറച്ചു പേരെ തുണിയൊക്കെ കാണിച്ചു, അപ്പം തന്നെ സുഖം അതന്നെ തോന്നുന്നു. 2-3 പേരെ ജൗളി നോക്കി കാണിച്ചു, അപ്പൊ ഒരു സുഖം ആ ഉണ്ടെന്ന്. സുഖം തോന്നുന്നു. യെസ്. എന്റെ പടം എന്ന് പറയാതെ ആസ് എ ഫിലിം ഞാൻ പറയുമല്ല. ഞാൻ മോഹൻലാലിന്റെ പടത്തിലായിരുന്നു എനിക്ക് ഇഷ്ടം എന്നുള്ള UDC രീതിയിൽ കുമാരി പറയാം. പഞ്ചായത്തിലെ പടമായിട്ട് ഏക എനിക്ക് അപ്രതീക്ഷൻ ആസ് എ ഹോൾ ഇവൾ എനിക്ക് ചലിച്ചാൽ ഈ പടം വലിയ പൂർണ്ണംകൂടി പ്രായഭേദമന്യേ താല്പര്യമില്ല. ചലിക്കും. പടം ഇവൾ ചിരിച്ചാലോ കുഴപ്പമില്ല, പക്ഷെ പൂർണ്ണംകൂടി എനിക്ക് ചിരിക്കും. ഇവളുടെ അങ്കലാവണ്യം പടത്തിനകത്ത് വേറൊരു പൂർണ്ണംകൂടി ആക്ടർ ഭയമാണ്. വന്നിട്ട് അത് നശിപ്പിച്ചായിരുന്നു. അപ്പൊ ആ നശിപ്പിക്കൽ ഇല്ലായിരുന്നെങ്കിൽ ആ പടം എനിക്ക് ഇഷ്ടപ്പെട്ടേനെ. വില്ലന്റെ അകത്തിലെ മോഹൻലാലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഓക്കെ. അതിന്റെ അകത്തില് നമ്മുടെ അനാക്കൊണ്ട സ്റ്റാർ വന്നില്ലായിരുന്നെങ്കിൽ പടം നന്നായിരുന്നേനെ എന്ന് എനിക്ക് ഏയ് തോന്നി. പുരട്സി തലപതി വിശ്വനാഥൻ വില്ലൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു പടമാണ്. ഒബിയസ്ലി നമുക്ക് ദൃശ്യം, ലൂസിഫർ പോലത്തെ പടങ്ങളൊക്കെ ഉണ്ട്, പുലിമുരുകൻ അങ്ങനത്തെ പടങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എനിക്ക് മറ്റേ പടം നല്ലായിരുന്നു, മറ്റേ 2000s കണ്ണ് എടി ചന്ദ്രോത്സവം 2000 കഴിഞ്ഞിട്ടുള്ള പടമല്ലേ? നിനക്ക് ഇഷ്ടമല്ലേ? ആണെന്ന് തോന്നുന്നു. അതെ 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 അതെ, അത് വേണമെങ്കിൽ നോക്കാം. അത് അങ്ങനെ ആയിരിക്കണം. ചന്ദ്രോത്സവം പറയാം. ഡെഫിനറ്റ്ലി ചന്ദ്രോത്സവം എന്റെ മോൾ 2005 പടമാണ്. അതെ. Yes. അപ്പോ അപ്പോ അങ്ങനെ എനിക്ക് ബാബ കല്യാണി ഇഷ്ടമാണ് കേട്ടോ. എനിക്കും എന്റെ ഒരു എന്റെ ഗിൽറ്റി ഫേവറേറ്റ് ആണ്. പ്ലഷർ ആണ് ബാബ കല്യാണി. ഇച്ചിരി പക്ഷെ ബുദ്ധിമുട്ടായിരിക്കും. ഓ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. അതിനകത്ത് ഇഷ്ടമില്ലാത്ത ഇന്ദ്രയത്തിന്റെ ആൾക്കാർ നൈസ് ഒത്തിരി റോളായിരുന്നു. പേരുണ്ടടാ. ആ ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇന്ദ്രയത്തിനോട് ചോദിച്ചാ പോലീസ് ഓഫീസേഴ്സിൽ ആരെങ്കിലും ഒരാളാവണമെന്ന്, പക്ഷെ പുള്ളി വില്ലനായിട്ട് സെലക്ട് ചെയ്തു. അത് നല്ലൊരു തീരുമാനമായിരുന്നു. നല്ല നല്ല നൈസ് ആയിട്ടുള്ള തീരുമാനമായിരുന്നു. ഒരു അതെ അതെ അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പടം. ഞാൻ അപ്പൊ TV വന്നാലും കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. യെസ്. യെസ്. അപ്പം വേണമെങ്കിൽ നമുക്ക് എപ്പോഴേലും ലലിറ്റിന്റെ അണ്ടർ റേറ്റഡ് പടങ്ങള് നമുക്ക് വേറെ വേണമെങ്കിൽ ചർച്ച ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. ആൾക്കാർക്ക് അധികം പേഴ്സണലി താല്പര്യമില്ലാത്ത, എനിക്ക് റെഡ് ചില്ലീസ് ഒക്കെ പറയാനില്ല കൂട്ടത്തില്. ഇടുക്കി അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞിട്ട് കാസിനോവ മറക്കില്ല ഉണ്ടായിരിക്കുമല്ലോ. രാമ. അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് ഞാൻ കാണുന്നില്ല. കാസിനാവ ഇച്ചിരി ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടാണ്. റെഡ് ചില്ലീസ് എന്റർടൈനിങ് ആയിരുന്നു എന്തെങ്കിലും. ചോട്ടാ അപ്പം മുംബൈ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചോട്ടാ മുംബൈ ഇഷ്ടമില്ലാത്ത നല്ല ആൾക്കാരുണ്ട്. പടമായിരുന്നു. നല്ല പക്ഷെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അതെ അതെ. ഹലോ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. ഞാൻ കാണും, എനിക്കിഷ്ടമാണ്. എനിക്ക് ഹലോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇനി നമ്മൾ കുറെ നേരമായിട്ട് എല്ലാരും എൻഡ് ചെയ്യാൻ തെറ്റിദ്ധരിച്ച പറയുന്നത്. വില്ലനുള്ള സിനിമയാ ഹലോ. അതെ, പാവം മഹേഷ് സിദ്ദിഖ്. ഭായ്. സിദ്ദിഖ് മൊട്ടയടിച്ച് വന്ന സിദ്ദിഖിന്റെ അകത്ത് ഏറ്റവും ഇന്നസെന്റ് സിദ്ദിഖ. അതെ അതെ. ഋഷഭാവ ഇച്ചിരി സീനായിരുന്നു. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ ഓൺ ദാറ്റ് നോട്ട് നമുക്ക് എൻഡ് ചെയ്യാം എന്ന് ഞാൻ പറയാൻ വരുമായിരുന്നു. അതാണ്. ജിങ്സ് അടിക്കാൻ വരുമായിരുന്നു. So until our next episode, this is me UDC Kumari signing out with Chakrabani and Mr. Digambaran. Bye. Bye.